السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കാലികമായ കാലം തേടുന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. നമുക്ക് കേട്ടുപരിചയം പോലും ഇല്ലാത്ത തിന്മകൾ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തസ്കിയത്ത് നേടണമെന്നുള്ളത് നമ്മുടെ എല്ലാം ആഗ്രഹമാണ്. തസ്കിയത്ത് എന്ന പദം സാരസാഗരമാണ്. വലിയ അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് തസ്കിയത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ മരുഭൂമിയിൽ ഊഷര ഹൃദയം പേറി ജീവിക്കുന്ന ഒരു ജനപദത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ നിയോഗത്തിന്റെ ലക്ഷ്യം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്. അവർക്ക് ആയാത്തുകൾ, അല്ലാഹുവിന്റെ ആയത്തുകൾ പഠിപ്പിക്കുന്നതിനു വേണ്ടി, അവർക്ക് തസ്കിയത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ പറഞ്ഞയച്ചത്. ആ തസ്കിയത്ത് ലഭിച്ചതോടുകൂടെ പരസ്യമായി തെറ്റു ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത സമൂഹം, രഹസ്യമായി ചെയ്ത തെറ്റുകൾ പരസ്യമായി വന്ന് ഏറ്റുപറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറി. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണ വേളയിൽ അന്ന് റോമുണ്ട്, പേർഷ്യയുണ്ട്. റോമും പേർഷ്യയും അന്ന് വലിയ വൻ ശക്തികളായി തന്നെ നിലവിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പരസ്യമായി തെറ്റു ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ജനത ഇസ്ലാം എന്ന ആദർശം ലഭിച്ചപ്പോൾ രഹസ്യത്തിൽ ആരാരും അറിയാതെ ചെയ്ത തെറ്റുകൾ പോലും പരസ്യമായി ഏറ്റുപറയാൻ മാത്രം അവരുടെ ഹൃദയങ്ങളിൽ പരിവർത്തനമുണ്ടായി. പോക്കിരികളായിരുന്ന
വരണ്ട മരുഭൂമിയിൽ വരണ്ട ഹൃദയവുമായി ജീവിച്ച അറബികൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന സാഹചര്യത്തിലേക്ക് ചരിത്രം വഴിമാറി. സഹോദരന്മാരെ, ഇന്ന് അറിവിന്റെ പുതിയ തലങ്ങൾ നമ്മൾ തേടിയിരിക്കുകയാണ്. ഒരുപാട് പുതിയ അറിവിന്റെ വികസനം. ശാസ്ത്രീയമായി നമ്മൾ വികസിച്ചു, നാഗരികമായി വലിയ വികാസം നേടി, വൈജ്ഞാനികമായി ഉന്നതങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. എന്നാൽ മനുഷ്യനെ നന്നാക്കാൻ നാഗരികമായി വികസിച്ചപ്പോൾ, വൈജ്ഞാനികമായി വികസിച്ചപ്പോൾ, അതുപോലെ തന്നെ മറ്റെല്ലാ തലങ്ങളിലും വികസനം നേടിയപ്പോൾ, ഞാനും നിങ്ങളുമെന്ന മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ, മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റിവെക്കാൻ പഠിച്ച ശാസ്ത്രത്തിന് അതേ ഹൃദയത്തിലേക്ക് നന്മയും അനുകമ്പയും ഒരിറ്റ് അലിവും പകർന്നു നൽകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് ചോദ്യമാണ്. പുകയില്ലാത്ത അടുപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അത് ഓരോ വീടുകളിലും കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. എന്നാൽ പുകയില്ലാത്തൊരു ഹൃദയം, പുകഞ്ഞു പൊന്താത്തൊരു മനസ്സ്, അതിനെ നേടിയെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നത് ഇസ്ലാമാണ്. കാണാൻ അല്ലാഹുത്താല കണ്ണു നൽകി, പിടിക്കാൻ അല്ലാഹുത്താല കൈകൾ നൽകി, നടക്കാൻ അല്ലാഹുത്താല നമുക്ക് കാലുകൾ നൽകി. എന്നാൽ എന്തു കാണണം, എന്തു പിടിക്കണം, എന്തു കഴിക്കണം, എവിടേക്ക് നടക്കണം എന്നു തീരുമാനിക്കുന്നത് കണ്ണോ കയ്യോ കാലോ മനുഷ്യ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളോ അല്ല, അത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയം അറിയുന്ന പടച്ച റബ്ബിന്റെ തീരുമാനത്തിലേക്ക് കീഴൊതുങ്ങുന്നതിൽ അതിലൂടെ മാത്രമാണ് കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കുവാനും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുക. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, പൂർണ്ണമായി അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുവാൻ നമുക്ക് സാധിക്കണം. ഒരു മനുഷ്യന്റെ കൈകളിൽ നല്ല വിത്തുണ്ട്, അയാളുടെ കയ്യിൽ തന്നെ നല്ല വിത്തിനാവശ്യമായ നല്ല മണ്ണുണ്ട്. വിത്തിനെ ഒടിച്ചു കൊടുക്കുവാൻ, ഒരു ചെടി വളർത്തുവാൻ ആവശ്യമായ വെള്ളവും വളവും ആ മനുഷ്യന്റെ കൈകളിലുണ്ട്. ആ മനുഷ്യന്റെ കൈകളിൽ വെള്ളമുണ്ട്, വിത്തുണ്ട്, മണ്ണുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു ചെടി മുളക്കുകയില്ല. കൈകളിൽ അതുണ്ടായിട്ട് കാര്യമില്ല. മറിച്ച് മണ്ണിലേക്ക് വിത്തു പാകണം, ആ വിത്തുപാകിയ മണ്ണിൽ വെള്ളമൊഴിക്കണം, അപ്പോഴാണ് ഒരു ചെടി വളരുക. ഇവിടെ വിത്തെന്നുള്ളത് ഇസ്ലാമാണ്. ഹൃദയങ്ങളിൽ പരിവർത്തനം സൃഷ്ടിക്കുന്ന ഇസ്ലാം എന്ന ഉജ്ജ്വലമായ പ്രകാശം. ആ പ്രകാശം നമ്മുടെ സമൂഹത്തിലേക്ക് പരക്കണമെങ്കിൽ, നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ, പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിന്റെ ഒന്നാമത്തെ വിഷയമാണ് പ്രബോധനം. ഇതിന്റെ പ്രാധാന്യം നമ്മുടെ മുൻഗാമികൾ തിരിച്ചറിഞ്ഞു. അവരവരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുമ്പോൾ, പ്രവാചകന്റെ അറഫ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി വജിലതു മിൻഹൽ ഖുലൂബ് വദറഫതു മിൻഹൽ ഉയൂൻ, ഹൃദയങ്ങൾ കിടുകിടാ വിറച്ച്, കണ്ണുകൾ ഈറനണിയിച്ച് 140,000-ഓളം സ്വഹാബാക്കൾ പ്രവാചകന്റെ മുൻപിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യാവകാശ പ്രഖ്യാപനം സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് നടത്തുകയാണ്. 140,000-ഓളം സ്വഹാബാക്കൾ പ്രവാചകന്റെ മുൻപിലുണ്ടായിരുന്നിട്ട് ഇന്ന് മക്കയും മദീനയും പരിശോധിച്ചാൽ 10,000-ൽ താഴെയാണ് സ്വഹാബാക്കളുടെ ഖബറുകൾ. മറ്റുള്ള സ്വഹാബാക്കളുടെ ഖബറുകൾ എവിടെയാണ്? മക്കയിലും മദീനയിലും 10,000-ൽ താഴെ സ്വഹാബാക്കളുടെ ഖബറുകൾ എങ്ങനെ ചുരുങ്ങി? 1,00,000-ലധികം വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരുടെ ഖബറുകൾ മക്കയും മദീനയും കടന്ന്, വൻകരകൾ കടന്ന് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് എത്തിയതെങ്ങനെ? ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണ് സ്വഹാബ നിങ്ങൾ കേട്ടതെങ്കിൽ, ഒരു വചനമാണ് നിങ്ങൾ കേട്ടതെങ്കിൽ, അതറിയാത്ത മനുഷ്യരിലേക്ക് ഇത് പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എവിടേക്കാണോ ഒട്ടകങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത്, ആ ദിക്കു തേടി, ദിശ തേടി, വെളിച്ചമെത്താത്ത നാടുകൾ തേടി അവരുടെ കൈകളിലെ വെളിച്ചവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ യാത്ര തിരിച്ചു. പ്രിയമുള്ളവരെ,
ഞാൻ പറഞ്ഞു വരുന്നത് അവരവരുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുകയായിരുന്നു. നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതം പടച്ച റബ്ബിനു സമർപ്പിക്കുവാൻ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുവാൻ? നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. ഉപ്പയെക്കുറിച്ചുള്ള മരണപ്പെട്ടുപോയ ഉപ്പയുടെ ഓർമ്മ നമ്മുടെ കണ്ണ് നനച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഏതോ പ്രയാസഘട്ടങ്ങൾ നമ്മുടെ കണ്ണ് നനച്ചിട്ടുണ്ട്. പലരെ കുറിച്ചും അവരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കണ്ണുനീർ അറിയാതെ കണ്ണിൽ നിന്ന് ചാലിട്ടൊഴുകാറുണ്ട്. എന്നാൽ അതുപോലെ റബ്ബിനെ ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതൊരല്പം കഠിനമായ പ്രയത്നമാണ്. അള്ളാഹുവിനെ ഓർത്തു കരയണമെന്നുള്ളത് അത് ഒരുത്തൻ ഞാൻ കരയണാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ വരുന്ന ഒന്നല്ല. റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള കരച്ചിൽ, ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വേണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ വേണം. അങ്ങനെ കരയാൻ നമുക്ക് സാധിച്ചാൽ ലാ യലിജുന്നാർ റജുലുൻ ബലാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദ അൽ-ലബനു ഫിൽ ദർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു അകിടിൽ ആ അകിടിലേക്ക് പാല് തിരിച്ചു കയറിയാലും, കറന്നെടുത്ത പാൽ അകിടിലേക്ക് തിരിച്ചു ചെന്നാലും അള്ളാഹുവിനെ ഓർത്ത് കണ്ണു നനച്ചവന്റെ കണ്ണുനീർ, ആ കണ്ണ് ഒരിക്കലും നരകത്തെ സ്പർശിക്കുകയില്ല. മഹാനായ സുഫിയാൻ സൗരി ചരിത്രത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക ലോകത്തിലെ വലിയ പണ്ഡിതനാണ്. ഒരു പള്ളിയുടെ മുകൾ തട്ടിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ വായിച്ച് ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഹൃദയത്തെ പായിക്കുമ്പോൾ, ഖുർആനിന്റെ ആയത്തുകൾ ഹൃദയത്തോട് സംസാരിച്ചപ്പോൾ, അല്ലാഹു തആലയുടെ വചനാമൃതങ്ങൾ ഹൃദയത്തിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നനഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ വിചാരണയെ കുറിച്ച് കേട്ടപ്പോൾ സുഫിയാൻ സൗരിയുടെ കണ്ണ് നനയുകയാണ്. താഴെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആ കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റു വീണു. താഴെ ഇരിക്കുന്ന മനുഷ്യന്റെ ചോദ്യം, സുഫിയാൻ സൗരി, എന്റെ വസ്ത്രത്തിൽ ഇതാ നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ പതിഞ്ഞിരിക്കുന്നു, ഞാനിത് കഴുകേണ്ടതുണ്ടോ? നമസ്കാരത്തിന് നിൽക്കുന്നവനാണു ഞാൻ, എന്റെ വസ്ത്രം, എന്റെ ശരീരം ഈ കണ്ണുനീർ തുള്ളി പതിച്ച കാരണത്താൽ ഞാൻ കഴുകേണ്ടതുണ്ടോ? സുഫിയാൻ സൗരിയുടെ മറുപടി, നീ ആ കണ്ണുനീർ തുള്ളികൾ കഴുകണം. കാരണം ചെയ്തു പോയ പാപങ്ങൾ ഓർത്തു കരഞ്ഞ, പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ, പാപങ്ങൾ വീഴ്ത്തിയ കണ്ണുനീരാണത്. അത് നീ മായ്ച്ചു കളയണം, തുടച്ചു കളയണം എന്ന് പറയുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആൻ വായിക്കുമ്പോൾ ഹൃദയങ്ങൾ പിടക്കുന്ന, ഹൃദയങ്ങൾ കരയുന്ന, കണ്ണുനീർ ചാലിട്ടൊഴുകുന്ന ചരിത്രങ്ങൾ നമ്മുടെ മുൻഗാമികൾക്കുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ആ പടച്ച റബ്ബിന് എന്തു സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ളത്? നമ്മൾ ഒരു മീറ്റിംഗിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു തിരക്ക് പിടിച്ച സമയത്താണ് എങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കില്ല, മൊബൈൽ സൈലന്റ് ആക്കി വെക്കും. ആ സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഫോൺ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് എങ്കിൽ, അത്രയും പ്രിയപ്പെട്ടവരാണ് എങ്കിൽ നമ്മൾ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഫോൺ മാറ്റി വെക്കും. സഹോദരന്മാരെ, ആ ഒരു തിരക്ക് പിടിച്ച സമയത്ത് നമ്മുടെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവനാകേണ്ട റബ്ബ് നമസ്കാരത്തിലേക്ക് വിളിച്ചാൽ നമുക്ക് ആ വിളിക്കുത്തരം നൽകാൻ കഴിയുന്നുണ്ടോ? നമ്മൾ തിരക്ക് പിടിച്ച ഒരു സമയത്ത് നമ്മുടെ ഭാര്യ വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കാൻ ഒരുക്കമാണ്, അവളോട് ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൻ വിളിച്ചാൽ ആ തിരക്കുകൾക്കിടയിൽ ഒരു സമയം മാറ്റിവെച്ച് ആ ഫോൺ എടുക്കാൻ നമ്മൾ ഒരുക്കമാണ്. നമ്മുടെ കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ, നമ്മുടെ ജോലിയുടെ തിരക്കിനിടയിൽ പള്ളിയിൽ നിന്ന് നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ റബ്ബിന്റെ വിളി വന്നാൽ ആ വിളിക്കുത്തരം നൽകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ? അല്ലാഹു തആലയായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. പടച്ച റബ്ബ് വിളിക്കുമ്പോൾ ആ വിളിക്കുത്തരം നൽകാൻ, അല്ലാഹു തആലയുടെ ഈ ദീൻ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാൻ
അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുവാൻ, ഇതിനൊന്നും നമുക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാകുവാൻ പാടില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. നല്ല ശക്തമായ തലവേദന വന്നപ്പോ ഒരു മനുഷ്യൻ നെറ്റിയിൽ ഒരു തുണി വെച്ച് കൂടെയുള്ള ആളുകളോടെല്ലാം പറയുന്നുണ്ട്, നല്ല തലവേദനയാണ്, നല്ല ശക്തമായ തലവേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് തലയിൽ ഒരു തുണി നനച്ചു വെച്ച് വരുന്ന ആ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് ഇദ്ദേഹം ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായി? നിനക്കെത്ര വയസ്സായി? ആ മനുഷ്യന്റെ മറുപടി, 30 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ 30 വർഷങ്ങൾക്കിടയിൽ നിനക്ക് വല്ല രോഗവും ഇല്ല. ആ 30 വർഷത്തിനിടയിൽ വല്ല കടം കൊണ്ടുള്ള പ്രയാസവും ഇല്ല. ആ 30 വർഷത്തിനിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ, നിന്റെ കുട്ടിയുടെ മരണം, നിന്റെ പ്രിയപ്പെട്ടവരുടെ മരണം ഇല്ല. അങ്ങനെ ഒരു പരീക്ഷണമില്ല. 30 വർഷം നിന്നെ രോഗം കൊണ്ട് പരീക്ഷിക്കാത്ത, 30 വർഷം നിന്നെ കടം കൊണ്ട് പരീക്ഷിക്കാത്ത, 30 വർഷം പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ട് നിന്നെ പരീക്ഷിക്കാത്ത, 30 വർഷം യാതനകൾ കൊണ്ടും വേദനകൾ കൊണ്ടും നിന്നെ പരീക്ഷിക്കാത്ത നിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നിന്റെ ശരീരത്തിൽ എന്തടയാളമാണുള്ളത്? ഒരു ചെറിയ പ്രയാസം വന്നപ്പോൾ അതൊരടയാളമാക്കി നിന്റെ ശരീരത്തിൽ നീ വെച്ചിരിക്കുന്നു. ആളുകളോട് പറയുന്നു, എനിക്കൊരു വേദന, എനിക്കൊരു പ്രയാസം. എന്നാൽ 30 കൊല്ലത്തെ അനുഗ്രഹങ്ങൾക്ക് പകരം എന്തടയാളമാണ് നിന്റെ ജീവിതത്തിലുള്ളത്? സഹോദരന്മാരെ, ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടതാണ്. പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എന്തടയാളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബാക്കിയാക്കി? മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയും, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള അടയാളമാണ് ഞാൻ നടന്നു നീങ്ങിയ 50,000-ഓളം വരുന്ന കിലോമീറ്ററുകൾ. പ്രവാചകന്റെ ഹദീസിന് വേണ്ടി 80% മരുഭൂമിയുള്ള നാട്ടിൽ കോവർ കഴുതപ്പുറത്തിരുന്ന് 50,000-ഓളം കിലോമീറ്ററുകൾ ഞാൻ യാത്ര ചെയ്തത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ ചെയ്ത എന്റെ അടയാളമാണ്. അഹ്മദ് ബിൻ ഹംബലിന് പറയാം, എല്ലാ വിധത്തിലുള്ള ബിദ്അത്തിന്റെ ശക്തികളും കുതിച്ചുയർന്ന കാലഘട്ടത്തിൽ ഖവാരിജുകളും റാഫിദിയാക്കളും മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും ഖദരിയാക്കളും അങ്ങനെ ബിദ്അത്തിന്റെ എല്ലാ തലകളും ഉയർന്നു നിന്ന കാലഘട്ടത്തിൽ സുന്നത്ത് കൊണ്ട് ഞാൻ അതിനെ പ്രതിരോധിച്ചു. മുഅ്തസിലിയാക്കൾ മഅ്മൂനിന്റെയും വാസിഖിന്റെയും മുഅ്തസിമിന്റെയും ഭരണകാലഘട്ടത്തിൽ എന്നെ ജയിലിലടച്ചു. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ലോകത്തുള്ള പണ്ഡിതന്മാരും ലോകത്തുള്ള നേതാക്കന്മാരും മുഅ്തസിലിയ ചിന്താഗതികളിലേക്ക് കടന്നുപോയപ്പോൾ അഹ്ലുസുന്നയുടെ ആദർശത്തിനു വേണ്ടി സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോ ജയിലറകളിൽ കൊണ്ടുപോയി 80 തവണ ഇരുമ്പിന്റെ ചമ്മട്ടി കൊണ്ട് വലതുഭാഗത്തും ഇടതുഭാഗത്തും എന്നെ തുരുതുരാ തല്ലി. 2 കൈകളും ചലനമറ്റുപോയി. പടച്ച റബ്ബിന്റെ മാർഗത്തിലെ എന്റെ അടയാളമാണിത്. അഹ്മദ് ബിൻ ഹംബലിന് പറയാം, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മലർത്തിക്കിടത്തി വലിയ പാറക്കല്ലുകൾ കയറ്റി വെച്ച് ദിവസങ്ങളോളം പൊതിരത്തല്ലുമ്പോഴും ഇബ്രാഹിമിനെ വിളിക്കട, ഇസ്മായിലിനെ വിളിക്കട എന്ന് പറയുമ്പോൾ അഹദെന്ന് പ്രഖ്യാപിച്ച, അഹദ് എന്റെ റബ്ബ് ഏകനാണെന്ന് പ്രഖ്യാപിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കാണിക്കാം ചാട്ടവാറ് കൊണ്ട് ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടയാളങ്ങൾ, കല്ലേറുകൾ കൊണ്ട് ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടയാളങ്ങൾ, കൂടി നിന്നവർ കാർക്കിച്ചു തുപ്പിയതിന്റെ അടയാളങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നേടിയ അടയാളം മഹാനായ സ്വഹാബിക്ക് പറയാം. ഭർത്താവ് നോക്കി നിൽക്കുമ്പോ, ഭാര്യ മക്കള് നോക്കി നിൽക്കുമ്പോ, മക്കയിലെ പോക്കിരികൾ നോക്കി നിൽക്കുമ്പോ, മർമ്മഭാഗത്തിലേക്ക് കുന്തം കയറ്റിയിറക്കി ക്രൂരമായി കൊല ചെയ്ത മഹദി സുമയ്യ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പറയാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്കടയാളങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, പ്രിയമുള്ള യുവാക്കളെ, എന്താണ് നമ്മുടെ അടയാളം? നമ്മൾ നടന്നു നീങ്ങിയ വഴികൾ എത്ര? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊടിച്ച രാത്രികൾ എത്ര? അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടിപുരണ്ട ഭാഗങ്ങൾ എത്ര?
അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നാം ചിലവഴിച്ച സമയങ്ങൾ എത്രേ? എന്താണ് നമ്മുടെ അടയാളങ്ങൾ? യുവത്വം എന്നുള്ളത് ഒരു തീജ്വാലയാണ്. കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെയാണ് യുവത്വം. സൂര്യന്റെ പ്രഭാതം, സൂര്യന്റെ പ്രദോഷം രണ്ടും സുന്ദരമാണ്. സൂര്യന്റെ ഉദയവും അസ്തമയവും സുന്ദരമാണ്. എന്നാൽ സൂര്യൻ അത് ജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് അതിന്റെ വെളിച്ചവും അതിന്റെ ചൂടും ലഭിക്കുക. വാർദ്ധക്യത്തിന്റെയും ബാല്യത്തിന്റെയും നടുവിലാണ് യുവത്വം. ജ്വലിച്ചു നിൽക്കുന്ന സമയം. വാർദ്ധക്യം ദൗർബല്യമാണ്. സ്വന്തം മക്കളുടെ മുന്നിൽ പോലും തന്റെ നഗ്നത വെളിവാകുന്ന, മക്കൾ മലമൂത്ര വിസർജനം വൃത്തിയാക്കുന്ന ദൗർബല്യത്തിന്റെ ഘട്ടമാണ് വാർദ്ധക്യം. നമ്മുടെ ബാല്യം ദൗർബല്യമാണ്. ഒരു കിടാവ്, പശുക്കിടാവ് ഭൂമിയിലേക്ക് പ്രസവിച്ചു വീണ് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കകം അതതിന്റെ അമ്മയുടെ അകിടിൽ ചെന്ന് അമ്മിഞ്ഞപ്പാല് കുടിക്കും. എന്നാൽ മഹാബുദ്ധിമാനായ മനുഷ്യൻ സ്വന്തമായൊന്ന് ഭക്ഷണം കഴിക്കാൻ, സ്വന്തമായൊന്ന് വെള്ളം കുടിക്കാൻ എത്ര വർഷത്തിന്റെ കാത്തിരിപ്പ് വേണം? എത്ര ആളുകളുടെ സഹായം വേണം? സ്വന്തമായൊന്ന് വെള്ളം കുടിക്കാൻ കഴിയാത്ത, സ്വന്തമായൊന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ദൗർബല്യമാണ് ബാല്യം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ, അല്ലാഹു നിങ്ങളെ ദുർബലതയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ബാല്യത്തിന്റെ ദൗർബല്യം. സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വ, ആ ദൗർബല്യത്തിന് ശേഷം അല്ലാഹു നിങ്ങൾക്ക് ഖുവ്വത്ത് നൽകി, കരുത്തുള്ള ശരീരം. മനസ്സു കൊതിക്കുന്നിടത്തേക്ക് ശരീരമെത്തുന്ന എന്തിനും പോന്ന സമയം, യൗവനം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ, ആ ഖുവ്വത്തിനു ശേഷം, ആരോഗ്യത്തിന്റെ യൗവനത്തിന് ശേഷം അല്ലാഹു നിങ്ങൾക്ക് വാർദ്ധക്യം നൽകും. നിങ്ങളുടെ മുടികൾക്ക് നര നൽകും. മലയാളത്തിലെ അറിയപ്പെടുന്നൊരു കഥയുണ്ട്, വെള്ള സോക്സ് ഇട്ട മുടിനാരുകൾ. ആ കഥ അത്ഭുതമാണ്. അതിലെ ഒരു ചെറിയ കുട്ടി പ്രായമായ മുത്തശ്ശന്റെ അരികിലേക്ക് വന്ന് ആ കുട്ടി പറയുകയാണ്, മുത്തശ്ശ, പലപ്പോഴും ഞാൻ പാത്രം കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ആ പാത്രം താഴെ വീണ് ഉടഞ്ഞു പോവുകയാണ്. മുത്തശ്ശന്റെ മറുപടി, മോനെ, എന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. എന്റെ അവസ്ഥയും ഇത് തന്നെയാണ് മോനെ. പാത്രം കയ്യിൽ പിടിക്കുമ്പോ, ഗ്ലാസ് കയ്യിൽ പിടിക്കുമ്പോ അറിയാതെ താഴെ വീണു പോകുന്നു. കുട്ടി വീണ്ടും പറയുകയാണ്, മുത്തശ്ശ, അത് താഴെ വീഴുമ്പോ അമ്മ എന്നെ വഴക്ക് പറയുകയാണ്, അച്ഛൻ എന്നെ ചീത്ത പറയുകയാണ്. ആ മുത്തശ്ശന്റെ മറുപടി, മോനെ, എന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. മുത്തശ്ശ, കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി തോന്നുന്നില്ല. മോനെ, എന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. നാലാമതായിട്ട് ആ കുട്ടി പറയാണ്, മുത്തശ്ശ, ഞാൻ അറിയാതെ എന്റെ മലമൂത്ര വിസർജനം എന്റെ വസ്ത്രത്തിൽ പോവുകയാണ്. ആ മുത്തശ്ശൻ പറയാണ്, മോനെ, എന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇതുതന്നെയാണ് എന്റെയും സാഹചര്യം. ഇതാണ് രണ്ട് ദൗർബല്യം. ഒന്ന് ബാല്യത്തിന്റെ ദൗർബല്യം, രണ്ട് വാർദ്ധക്യത്തിന്റെ ദൗർബല്യം. വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ട് ഇനിയൊന്ന് ഉറക്കമൊഴിക്കാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടിപുരരാൻ ഞാൻ ഒരുക്കമാണ് എന്ന പ്രഖ്യാപനം കൊണ്ട് കാര്യമില്ല. അത് ദൗർബല്യമാണ്. പരിശുദ്ധ ഖുർആൻ യൗവനത്തിന്റെ കഥകൾ പറഞ്ഞ ചരിത്രങ്ങളൊന്ന് പരിശോധിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഒരൽപ്പം വിശാലമായി അല്ലാഹു തആല പറയുന്നുണ്ട്. സമൂഹം മുഴുവൻ ശിർക്ക് ചെയ്യുന്നത് കണ്ടപ്പോ നാട്ടിലുള്ള മുഴുവൻ വിഗ്രഹങ്ങളെയും തച്ചു തകർത്ത് വലിയ വിഗ്രഹത്തെ മാത്രം ബാക്കി നിർത്തിയ ഇബ്രാഹിം, നാട്ടിലെ പ്രമാണിമാർ, നാട്ടിലെ മുഴുവൻ നേതാക്കന്മാർ, മുഴുവൻ ജനങ്ങളും ഒരുമിച്ചുകൂടി ചർച്ച ചെയ്യുകയാണ്. ആരാണ് നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹത്തെ, നമ്മുടെ ദൈവങ്ങളെ തകർക്കാൻ മാത്രം പോക്കിരിയായി ആരാണ് അതിന് ധൈര്യമുള്ളത്? അവരുടെ മറുപടി കൂട്ടത്തിൽ ഒരുത്തര് പറയുകയാണ്, ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇത് ചെയ്യാൻ ഒരുത്തനാണുള്ളത്, ഇബ്രാഹിമാണവൻ. അവന്റെ പ്രായം നന്നേ ചെറുപ്പമാണ്. ഖുർആനിന് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഖുർആനിന്റെ പ്രയോഗം ഇബ്രാഹിം എന്നല്ല, യുവാവായ ഇബ്രാഹിം,
ജനങ്ങളും നാട്ടിലെ ശിർക്കിന്റെ വക്താക്കളും പണ്ഡിതന്മാരും രാജാക്കന്മാരും നാട്ടിലെ പോക്കിരികളും ഒന്നടങ്കം ചോദ്യം ചെയ്യുമ്പോഴും ആ ചോദ്യങ്ങളുടെ അമ്പുകൾക്ക് മുന്നിൽ നെഞ്ചുപിരിച്ചു നിൽക്കുന്ന യുവാവ് ഇബ്രാഹിം അലൈഹിസ്സലാം. അത് യുവത്വത്തിനെ കഴിയുകയുള്ളൂ. സമൂഹം മുഴുവൻ എതിരായാലും സമൂഹത്തിൽ നെഞ്ചുപിരിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത് യുവത്വത്തിനാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മൾ വായിക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും. എന്താണ് അവരുടെ ചരിത്രത്തിന്റെ പ്രത്യേകത? ജനങ്ങൾ ശിർക്ക് ചെയ്യുന്നു, അല്ലാഹുവല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തുന്നു, സൃഷ്ടാവിന് പകരം സൃഷ്ടികളിലേക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ചെറുപ്പക്കാര് കൂടി തീരുമാനിക്കുകയാണ്, ഇല്ല, ഞങ്ങൾ ഇതിന് തയ്യാറല്ല, അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. ആ വിശ്വാസവുമായി തന്റെ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോ അവരുടെ തീരുമാനം, ശരി, ഈ നാട്ടിൽ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാൻ ഞങ്ങളെ സമ്മതിക്കില്ല എങ്കിൽ ഞങ്ങളൊരു ഗുഹയിൽ ചെന്ന് താമസിക്കാം. അതാണ് അവരുടെ തീരുമാനം. നാട് വിട്ട് വീട് വിട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു ഗുഹയിൽ ചെന്നിട്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ ആരാധിക്കും. ആ തീരുമാനം റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. ആ തീരുമാനം പടച്ച റബ്ബിന് വല്ലാത്ത ഇഷ്ടമായി. പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു, ഇന്നഹും ഫിത്യത്തുൻ. അസ്ഹാബുൽ കഹ്ഫ് ആരാണെന്നറിയാമോ? ഇന്നഹും ഫിത്യത്തുൻ, ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഒരു കൂട്ടം യുവാക്കൾ, ആമനൂ ബിറബ്ബിഹിം, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചവർ, വസിദ്നാഹും ഹുദാ, അല്ലാഹു തആല അവരുടെ സന്മാർഗം, അവരുടെ ഹിദായത്ത് അത് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ഇനി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ആ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണുവാൻ കഴിയും. ആരാണ് മൂസാ നബി അലൈഹിസ്സലാം? മൂസാ നബി അലൈഹിസ്സലാം ക്രൂശിക്കപ്പെടുന്ന ഒരു ജനതയിലേക്ക് വന്ന വിമോചകന, ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയിലേക്ക് കടന്നു വന്ന നേതാവാണ്. പക്ഷേ തങ്ങളെ മോചിപ്പിക്കാൻ കടന്നു വന്നു എന്ന് അറിഞ്ഞിട്ട് പോലും മൂസാ നബി അലൈഹിസ്സലാമിൽ അധികം ആളുകളും വിശ്വസിച്ചിട്ടില്ല. ക്രൂരനായ ഫിർഔനിന്റെ, ധിക്കാരിയായ ഫിർഔനിന്റെ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിർഔനിന്റെ പീഡനത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും മാറി നിന്നപ്പോഴും ഒരു കൂട്ടം ആളുകൾ ഫമാ ആമന ലിമൂസ ഇല്ലാ ദുർരിയ, ഒരു ദുർരിയത്ത് മാത്രം. ദുർരിയത്ത് എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ കാണാം. അതിലൊരർത്ഥമാണ് ചെറുപ്പക്കാർ, ഒരു കൂട്ടം ചെറുപ്പക്കാർ. എന്നാൽ സഹോദരന്മാരെ, ഇതാണ് യൗവനത്തിന്, യുവാക്കൾക്ക് സമൂഹത്തിൽ ചെയ്തു തീർക്കുവാനുള്ള ദൗത്യം. ഇന്ന് എവിടെയാണ് നമ്മുടെ യുവാക്കൾ എത്തി നിൽക്കുന്നത്? എവിടെയാണ് നമ്മുടെ സമൂഹത്തിലെ യുവാക്കളുടെ സാഹചര്യം? എന്താണ്? ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ കരമനയുടെ തൊട്ടടുത്തുനിന്നൊരു വാർത്ത നമ്മൾ കേട്ടു. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒന്നിച്ചു ചേർന്ന് തങ്ങളുടെ കൂടെയുള്ള ഒരുത്തന്റെ 3 മണിക്കൂർ ക്രൂരമായി പീഡിപ്പിച്ച് ആ കൂട്ടുകാരനെ കൊലപ്പെടുത്തി. പിടിക്കപ്പെട്ട പ്രതികളുടെ വയസ്സ് നോക്കിയപ്പോൾ അതിലൊരാളുടെ വയസ്സുപോലും 25 വയസ്സിന് മുകളിലില്ല. കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്ന് മാംസം കൊത്തിയെടുത്തിരിക്കുന്നു, ഞരമ്പുകൾ പുറത്തേക്കെടുത്തിരിക്കുന്നു. സിഗരറ്റ് വലിച്ച് ഈ പിടയുന്ന മനുഷ്യന്റെ കണ്ണിൽ വെച്ച് പൊള്ളലേൽപ്പിച്ചിരിക്കുന്നു. ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും കൊത്തിവലിച്ച് തലയിലേക്ക് വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്നിട്ട് 3 മണിക്കൂർ നേരത്തെ ക്രൂരമായ പീഡനത്തിന് ശേഷമാണ് ആ ചെറുപ്പക്കാരൻ മരിച്ചത്. തന്റെ മുന്നിൽ കിടന്ന് ഒരു മനുഷ്യൻ പിടയുമ്പോഴും ജീവനു വേണ്ടി കെഞ്ചുമ്പോഴും ഒരിറ്റ് മനസ്സിൽ അലിവ് തോന്നാത്ത സാഹചര്യത്തിലേക്ക് യുവാക്കൾ എത്തിയിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ചില ദൗത്യം നമുക്കിവിടെയുണ്ട്. പിടിക്കപ്പെട്ട മുഴുവൻ പ്രതികളും ലഹരിയിലായിരുന്നു. കഞ്ചാവിന്റെ ആസക്തി കാരണത്താൽ എന്താണ് നടന്നത് എന്ന് പോലും അവർക്കറിയുന്നില്ല. സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കേണ്ട വിഷയമാണ്.
ലഹരി എവിടേക്കാണ് നമ്മുടെ യുവാക്കളെ എത്തിക്കുന്നത്? എന്താണ് ഈ ലഹരി നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്? ഒരാളെ മദ്യപാനം നിർത്തിയ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ സമ്പത്തിന്റെ 3/4 ഭാഗവും ഞാൻ ചിലവഴിച്ചത് കള്ളു കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കള്ളു കുടിച്ച് വീട്ടിലേക്ക് എത്തിയാൽ എന്റെ കുട്ടികൾക്ക് എന്നെ പേടിയാണ്. മദ്യപാനം നിർത്തിയതിനു ശേഷം ആദ്യമായിട്ട് എന്റെ മകൻ എനിക്കൊരു ചുംബനം നൽകി. ഇന്നലെ വരെയുള്ള രാത്രികളിൽ എന്റെ ചുവന്ന കണ്ണുകൾ കണ്ട് പേടിച്ച് കട്ടിലിനു താഴെ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു എന്റെ പൊന്നുമകന്. സഹോദരന്മാരെ, പ്രിയമുള്ള യുവാക്കളെ, ഈ മദ്യപാനം കൊണ്ട് നമ്മൾ എന്തു നേടി? ഞങ്ങളുടെ വീട്ടിൽ രാത്രി തൊട്ടടുത്തുള്ള ഒരു മനുഷ്യൻ മദ്യപിച്ച് അയൽപ്പക്കത്തുള്ള വീട്ടില് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. രാത്രി വന്ന് 11 മണിക്ക് സംസാരിക്കാൻ തുടങ്ങി. ഉച്ചത്തിൽ സംസാരിച്ച് വീട്ടിൽ വന്ന് വാതിലിൽ അടിക്കുന്നു, പല രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ പറയുന്നു. അന്ന് രാത്രി എന്റെ ഉമ്മ കരഞ്ഞു. ഉമ്മ കരഞ്ഞിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു രാത്രി ഒരു കള്ളുകുടിയം വന്ന് വീട്ടിൽ വന്ന് ശബ്ദം ഉണ്ടാക്കിയപ്പോ നമ്മൾ ഉറങ്ങിയിട്ടില്ല, നമ്മൾ പേടിച്ചു. ഒരൊറ്റ രാത്രി നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ മനസ്സൊന്നു പേടിച്ചു. എല്ലാ രാത്രിയിലും കള്ളുകുടിച്ച് വീട്ടിൽ ചെല്ലുന്ന ഈ മനുഷ്യന്റെ കുട്ടികളുടെ അവസ്ഥ എന്ത്? എല്ലാ രാത്രിയിലും വീട്ടിലേക്ക് ചെല്ലുന്ന ഈ മനുഷ്യന്റെ ഭാര്യയുടെ അവസ്ഥ എന്ത്? നൊന്തു പ്രസവിച്ച ഉമ്മയുടെ അവസ്ഥ എന്ത്? യുവാക്കളെ, എത്രയോ ഉമ്മമാരുടെ പ്രാർത്ഥനകളാണ് ഇന്നു രാത്രിയെങ്കിലും എന്റെ മകൻ എന്റെ വീട്ടിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒന്ന് സന്തോഷത്തോടുകൂടെ ഉറങ്ങാമായിരുന്നു. മദ്യപാനം നമുക്കെന്തു നൽകി? മദ്യപാനത്തിന്റെ ലഹരിയിൽ നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു സൗഹൃദം, എന്തെങ്കിലും ഒരു നേട്ടം പ്രിയമുള്ളവരെ ഈ ലഹരി നമുക്ക് നൽകിയോ? കൈരളി ടിവിയിൽ ഒരു മനുഷ്യന്റെ മദ്യത്തിന് ലഹരിക്കടിമപ്പെട്ട ഒരു മനുഷ്യന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ വല്ലാത്ത ചില വാക്കുകളുണ്ട്. ചെറിയ സിഗരറ്റ് വലിയിൽ തുടങ്ങിയ ആ ലഹരിയുടെ ഉപയോഗം, സിഗരറ്റ് പിന്നീട് വ്യത്യസ്തമായ രൂപത്തിലേക്ക് മാറി ഒടുവിൽ കയ്യിൽ ഒരു തരത്തിലുള്ള ഇഞ്ചക്ഷൻ വെക്കണം. അത് ലഭിക്കാതെ വരുമ്പോ ശരീരം വിറക്കാൻ തുടങ്ങും. പിന്നീട് ആ മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല അയാളുടെ ശരീരം. ഒരു ദിവസം വീട്ടിൽ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഇരിക്കുമ്പോ ശരീരം വിറയാൻ തുടങ്ങി. ഉടനെ ബാത്റൂമിനുള്ളിലേക്ക് കയറി ആ മനുഷ്യൻ ഡോറടച്ചു. കാരണം അറിയാം അയാൾക്ക് ഇനിയുള്ള സമയം പ്രശ്നമാണ്. ഇനിയും അത് ലഭിച്ചിട്ടില്ല എങ്കിൽ, താൻ ഉപയോഗിക്കുന്ന ലഹരി തൊട്ടടുത്ത സമയത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ തന്റെ നിയന്ത്രണം അയാളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടും. ബാത്റൂമിൽ കയറി ഒരുപാട് സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തത് കണ്ടപ്പോ ഭാര്യയും മകളും ആ മനുഷ്യനെ മുട്ടി വിളിച്ചു. അയൽവാസികൾ കൂടി, കുടുംബക്കാര് കൂടി വാതിൽ തല്ലിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറിയപ്പോ ഉടുതുണി പോലുമില്ലാതെ ടോയ്ലറ്റിന്റെ ഒരു മൂലയിൽ വിറച്ചു കിടക്കുന്ന ഒരു ശരീരത്തിൽ ഒരു തുണിയുമില്ലാതെ ഒരു മൂലയിൽ മലമൂത്ര വിസർജനം നടത്തി കിടക്കുന്ന എന്നെയാണ് കണ്ടത്. ഇയാൾ പറയാണ്, 18 വയസ്സുള്ള എന്റെ മകളുടെ മുന്നിൽ എന്റെ മാനം നഷ്ടപ്പെട്ടു. എന്റെ കുടുംബക്കാരുടെ മുന്നിൽ, എന്റെ അയൽക്കാരുടെ മുന്നിൽ എന്റെ മാനം നഷ്ടപ്പെട്ടു. യുവാക്കളെ, ലഹരിയുടെ പിറകെ പോകുന്നവരെ, കള്ളും ലഹരിയും ഈ ലഹരിയുടെ ഉപയോഗങ്ങളും എന്തു സന്തോഷമാണ്, എന്ത് ആനന്ദമാണ് നമുക്ക് നൽകുന്നത്. എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു മറുപടി, ഒരു സുഖം, ഒരു ചെറിയ സുഖം. ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, ഒരു ചെറിയ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ യുവാക്കളെ അറിയുക, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു ഒരുക്കി വച്ചിട്ടുണ്ട് സുഖാനുഭൂതികളുടെ സ്വർഗം. ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സുഖാനുഭൂതികളുടെ സ്വർഗം. ദുനിയാവിലെ മരണമുള്ള ദുനിയാവിന്റെ സുഖങ്ങളാണോ യുവാക്കളെ നമുക്ക് വേണ്ടത്? മരണമില്ലാത്ത സ്വർഗത്തിലെ സുഖങ്ങളോ? രോഗങ്ങളുള്ള ദുനിയാവിന്റെ സുഖങ്ങളാണോ നമുക്ക് വേണ്ടത്? രോഗങ്ങളില്ലാത്ത ദുനിയാവിന്റെ സുഖങ്ങളോ? ശരീരം ചുക്കിച്ചുളിയുന്ന, വാർദ്ധക്യത്തിലെത്തുന്ന
ദുനിയാവിന്റെ സുഖങ്ങളാണോ വേണ്ടത്? വാർദ്ധക്യമില്ലാത്ത നിത്യയൗവനത്തിന്റെ സ്വർഗത്തിലെ സുഖങ്ങളാണോ നമുക്ക് വേണ്ടത്? പെരുമാതുറ എന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് ചെന്നപ്പോ അവിടെ ഒരു നോട്ടീസ്. ആ നോട്ടീസിലുള്ളത് ഇങ്ങനെയാണ്: പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരുടെ ശ്രദ്ധക്ക്. ഞങ്ങൾ കുടിക്കും, ഞങ്ങളുടെ ഉപ്പമാര് കുടിയന്മാരാണ്, വല്ലിപ്പമാര് കുടിയന്മാരാണ്, ഞങ്ങളും കുടിക്കും, ഞങ്ങൾ മക്കളെ കുടിപ്പിക്കും, പേരമക്കളെയും കുടിപ്പിക്കും. ആണത്തമുള്ളത് കൊണ്ട് ഞങ്ങൾ കുടിക്കുന്നു, നിങ്ങൾക്ക് ആണത്തമില്ല, അതുകൊണ്ട് നിങ്ങൾ കുടിക്കുന്നില്ല. ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ പോക്കിരികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ തമ്മാടികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. മദ്യമില്ലാത്ത ഒരു നിമിഷം പോലും ചിന്തിക്കാൻ കഴിയാത്തവർ മദ്യത്തിന്റെ ചഷകത്തിൽ വീണ് കിടക്കുന്ന വണ്ടിനെ നോക്കി, വണ്ടേ നീ എത്ര വലിയ ഭാഗ്യവാൻ, മദ്യത്തിൽ വീണ് മരിക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ, മദ്യം കുടിക്കാനല്ലേ ഞങ്ങൾക്ക് കഴിയുന്നു എന്നു കവിത പാടിയവർ. ഞങ്ങൾ മരിച്ചാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ ഞങ്ങളെ കുടിച്ചു മൂടണം, ആ മുന്തിരിവള്ളിയിൽ നിന്ന് മുന്തിരിച്ചാറ് മണ്ണിലേക്കൊഴുകി അത് ഞങ്ങളുടെ ഞരമ്പുകളെ ത്രസിപ്പിക്കട്ടെ എന്ന കവിത പാടിയ അറബികൾ അവര് കേൾക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കാനായിട്ടില്ലേ, മദ്യത്തിന്റെ ലോകത്ത് നിന്ന് വിരമിക്കാനായില്ലേ എന്ന ആയത്തു കേൾക്കേണ്ട താമസം മദ്യത്തിന്റെ ചഷകങ്ങൾ തല്ലി തകർത്ത് മദീനയിലെ ഹവല്ലിയിലൂടെ ഒരു അരുവി ഒഴുകി എന്നാണ് ചരിത്രം. സഹോദരന്മാരെ, മദ്യം നൽകുന്ന ആനന്ദത്തെക്കാൾ വലിയൊരു ആനന്ദം ഈ ദുനിയാവിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് മദ്യത്തിന്റെ പിറകെ പോയാൽ കാണാൻ കഴിയൂല, അത് കഞ്ചാവിന്റെ പിറകെ പോയാൽ കാണാൻ കഴിയില്ല, അത് ലഹരിയുടെ പിറകെ പോയാൽ, അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ പിറകെ പോയാൽ ഈ ആനന്ദം യുവാക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. സ്കൂള് നേരത്തെ അടക്കാൻ തീരുമാനിച്ചു. എല്ലാ തവണയും ഏപ്രിൽ 15-നാണ് അടക്കുന്നത്, ഇത്തവണ നേരത്തെ അടക്കാൻ തീരുമാനിച്ചു, മാർച്ച് 30-ന് അടക്കും. അധ്യാപകൻ വന്ന് ക്ലാസ്സിൽ ഇത് പറഞ്ഞപ്പോ കുട്ടികളൊക്കെ വ്യത്യസ്ത രൂപത്തിലാണ്. ചിലര് കൈയടിച്ചു, ചിലര് വിസിലടിച്ചു. 15 ദിവസം കൂടുതൽ കളിക്കാം, 15 ദിവസം ഉമ്മാന്റെ വീട്ടിൽ പോകാം, എല്ലാരും വലിയ സന്തോഷത്തിലാണ്. 8ാം ക്ലാസ്സിലെ ഒരു കുട്ടി മാത്രം ഒറ്റക്കിരുന്ന് കരയാണ്. അധ്യാപകൻ ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്താ മോന്റെ സങ്കടം? കുട്ടിക്കും 15 ദിവസം കൂടുതൽ കളിച്ചൂടെ, ഉമ്മാന്റെ വീട്ടിൽ പോയിക്കൂടെ, എന്തേ മോന്റെ സങ്കടം? ആ കുട്ടിയുടെ മറുപടി, സാറിന് അറിയോന്നറിയില്ല, ഞാൻ രാവിലെ സ്കൂളിലേക്ക് വരുമ്പോ കയ്യിലൊരു തൂക്കപാത്രം ഉണ്ടായിരിക്കും, വീട്ടില് ഉപ്പല്ല, എന്റെ ഉമ്മച്ചിയും 3 വയസ്സുള്ള ചെറിയ പെങ്ങളുമാണ് വീട്ടിലുള്ളത്. ഉമ്മച്ചി രോഗിയാ. ഞാൻ സ്കൂളിലേക്ക് വന്ന് ഉച്ചക്കഞ്ഞിയും പയറും വയറ് നിറച്ച് കഴിക്കും, ബാക്കി വരുന്നത് ഈ തൂക്കപാത്രത്തിലാക്കിയിട്ട് ഞാൻ കൊണ്ടുപോകും. ഈ പാത്രവുമായി ഞാൻ ചെല്ലുമ്പോ വിശന്നു വലയുന്ന എന്റെ പെങ്ങളെയാണ് കാണുക. ഉമ്മച്ചിന്റെ കയ്യിൽ കൊടുക്കും, ഉമ്മച്ചി അത് ചൂടാക്കിയിട്ട് എന്റെ പെങ്ങൾക്ക് കൊടുക്കും, എന്റെ ഉമ്മച്ചി അത് കുടിക്കും. ശനിയും ഞായറും ഞാനൊരു കടയിൽ നിൽക്കുന്നുണ്ട്. ഏപ്രിൽ 15 മുതൽ ഒരു കടയിൽ നിന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബം പോറ്റും. 15 ദിവസം മുമ്പ് സ്കൂൾ അടച്ചാൽ ഈ 15 ദിവസം എന്റെ ഉമ്മച്ചിക്ക് ഞാൻ എന്ത് കൊടുക്കും? എന്റെ 3 വയസ്സുള്ള കൊച്ചു പെങ്ങൾക്ക് ഞാൻ എന്ത് കൊടുക്കും? പ്രിയമുള്ളവരെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരുടെ മുഖങ്ങളിൽ പുഞ്ചിരി വിടരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആനന്ദത്തെക്കാൾ വലിയൊരു ആനന്ദം ദുനിയാവിൽ ഒരു ലഹരിക്കും നൽകാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചൊരു അനുഭവമുണ്ട്. ഒരു കല്യാണ വീട്ടിൽ ചെറുപ്പക്കാരെല്ലാരും കൂടെ ഇങ്ങനെ ആലോചിക്കാൻ, ചർച്ച ചെയ്യാം. നമ്മളെ കല്യാണ വീട്ടിലുള്ള അതേ ചർച്ച തന്നെ. പുതിയാപ്പിളക്ക് എന്തെങ്കിലും പണി കൊടുക്കണം, കല്യാണം കഴിഞ്ഞതാണ്, ഇപ്പൊ പുതിയാപ്പിളിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി പിന്നെ ദൂരത്ത് കൊണ്ടുപോയി ഇറക്കണം, വരുമ്പോ മഞ്ഞൾപ്പൊടി ശരീരത്തിലിടണം, പല രൂപത്തിലുള്ള ചർച്ചകളാണല്ലോ. അപ്പൊ അവരിങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങിയപ്പോ ഗേറ്റിന്റെ അവിടെ പ്രായമായ ഒരു സ്ത്രീയും 6 വയസ്സുള്ള ഒരു ചെറിയ പൈതലും. അപ്പൊ ഇവൻ വിളിച്ചു, എന്തേ വല്യമ്മ കയറുന്നില്ലേ, കല്യാണത്തിന് വരുന്നില്ലേ ഉമ്മ? ഉമ്മയുടെ മറുപടി, മോനെ എന്റെ മകൻ കിഡ്നി പേഷ്യന്റ് ആണ്,
അവനുള്ള ചികിത്സയുടെ പണം പോലും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളെ കല്യാണം വിളിച്ചിട്ട് വന്നതല്ല മോനെ. എന്റെ മകനെ ചികിത്സക്ക് രാത്രി 12 മണിക്ക് കയറ്റിയാൽ രാവിലെ 6 മണിക്കാണ് തിരിച്ചു കൊണ്ടുവരാം. അവനുള്ള മരുന്നിന്റെ പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ല. പേരക്കുട്ടി ബിരിയാണി വേണമെന്ന് പറഞ്ഞ് കരയാണ്. കിട്ടുമോന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് വന്നു നോക്കിയതാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ആരാ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? ഞാൻ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു, ഐസ്ക്രീമും കൊടുത്ത് അവരുടെ അഡ്രസ്സ് ചോദിച്ചിട്ട് പറഞ്ഞയച്ചു. കല്യാണം കഴിഞ്ഞിട്ട് അടക്കളയുടെ ഭാഗത്ത് ചെന്നു നോക്കിയപ്പോ 2 ചെമ്പ് ബിരിയാണി ബാക്കിയാണ്, ഭക്ഷണം ബാക്കിയാണ്. ചെറുപ്പക്കാരെപ്പോഴും ചർച്ചയിലാണ്. നമുക്ക് എന്തെങ്കിലും പിന്നെ പുതിയാപ്പിള വരുമ്പോത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണം. ഇവൻ വിളിച്ചിട്ട് പറഞ്ഞടാ, നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നുമല്ല. ഈ ഭക്ഷണം മുഴുവൻ ഓരോ പാക്കറ്റിലാക്കി പാവങ്ങളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അവിടേക്ക് എത്തിക്കണം. ഓരോ പൊതി ഓരോ പാക്കാക്കി അവർ ചെന്നപ്പോ ഈ ഉമ്മയുടെ വീട്ടിലും ചെന്നപ്പോ വീട്ടിന്റെ മുന്നിൽ സോഫയിൽ 2 ആളിരുന്ന് കരയാം, 2 ചെറിയ കുട്ടികൾ. എന്തിനാ ഉമ്മ അവര് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉമ്മാന്റെ മറുപടി, ഉമ്മ ചിരിച്ചിട്ട് പറയാണ്, മൂത്താള് ബിരിയാണി കഴിച്ച കഥ ഇവിടെ വന്നു പറഞ്ഞു. അപ്പൊ തുടങ്ങിയതാണ് 2 ആളും ഇരുന്ന് കരച്ചിൽ, ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു. സഹോദരന്മാരെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ചെരുപ്പ് പൊട്ടി ചെരുപ്പ് തുന്നിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ 3 തവണ തുന്നിയതാണ്, ഇനി അത് തുന്നാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയുമ്പോ നഗ്നപാതനായി തിരിച്ചു നടക്കുന്ന, കണ്ണുനീര് തുടക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇവിടെ കണ്ണില്ലാത്തവന്റെ കണ്ണാകാൻ, ഹൃദയമില്ലാത്തവന്റെ ഹൃദയം തകർന്നവന്റെ ഹൃദയമാകാൻ, ശരീരം തളർന്നവന് കരുത്താകാൻ യുവാക്കളെ നമ്മൾ ഒരുക്കമുണ്ടോ? ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അല്ലാഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി മത്സരിക്കാൻ യുവാക്കളെ നമ്മൾ ഒരുക്കമുണ്ടോ എന്നാണ് നാം അറിയേണ്ടത്. എംഎസ്എമ്മിന്റെ ഒരു വലിയ ദൗത്യമാണ് ഈദ് കിസ്വ. കണ്ണൂർ ഭാഗത്തൊരു വീട്ടിൽ ഒരു ഭാഗത്ത് ഈദ് കിസ്വ വിതരണം ചെയ്യുമ്പോ ഒരു കുട്ടി ഒരു കുപ്പായ എടുത്തിട്ട് തിരിച്ചു നടന്നു. പെരുന്നാളിന്റെ ദിവസം എല്ലാ കുട്ടികളും പുതിയ വസ്ത്രം ധരിക്കണമെന്ന ഒരു സംരംഭം. ഒരു കുപ്പായ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ആ കുട്ടി ചോദിക്കാണിക്ക, ഒരു കുപ്പായം കൂടെ ഞാൻ എടുത്തോട്ടെ, ഒരു കുപ്പായം കൂടെ ഇക്ക ഞാൻ എടുത്തോട്ടെ. ചോദിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, ആകെ ഒരു കുപ്പായേ ഉള്ളൂ, വേറൊരു കുപ്പായം വാങ്ങിത്തരാൻ എനിക്ക് ഉപ്പല്ല. കളിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ കളിക്കാൻ പോകുമ്പോ ഞാൻ കളിക്കാൻ പോകാറില്ല. എന്റെ കുപ്പായം ഒന്ന് കീറിയാൽ വേറൊരു കുപ്പായം ഇക്ക എന്റെ കയ്യിലില്ല, അതുകൊണ്ട് 2ാമത്തെ ഒരു കുപ്പായം കൂടെ ഞാൻ എടുത്തോട്ടെ എന്നാണ് ആ കുട്ടി ചോദിച്ചൊരു മനസ്സുണ്ട്. യുവാക്കളെ, ഫാസ്റ്റ് ഫുഡുകളിലും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലുകൾക്കും വേണ്ടി 1000ങ്ങളും 10000ങ്ങളും ചിലവഴിക്കുന്ന യുവാക്കളെ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ തിരിച്ചറിയാൻ, അവരെ കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എത്രമാത്രം അനുഗ്രഹങ്ങൾ, എത്രമാത്രം നിഅമത്തുകൾ പടച്ചറബ് നമുക്ക് നൽകിയിട്ടുണ്ട്. തിരൂരങ്ങാടിയുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു 21കാരനുണ്ട്. യുവാവെന്ന് പറയാൻ കഴിയൂല, റഹീസ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. ശരീരത്തിൽ കഴുത്തിനു താഴെയുള്ള ഭാഗം അവന് ചലനമില്ല, അനക്കാൻ കഴിയൂല. കഴുത്തു മാത്രമാണ്, തല മാത്രമാണ് അവന് ചലിപ്പിക്കാൻ കഴിയുന്നത്. അവനെ ചില സഹോദരന്മാർ കാണാൻ വേണ്ടി ചെന്നപ്പോ ഒരു പുസ്തകം മലർത്തി വെച്ച് അവൻ തിരിഞ്ഞു കിടന്നുകൊണ്ട് അവനൊറ്റയ്ക്ക് തിരിയാൻ കഴിയില്ല. കുടുംബക്കാര് ഉമ്മയും പെങ്ങളും വന്ന് തിരിച്ചു കിടത്തണം. തിരിച്ചു കിടത്തിയിട്ട് വായിക്കണം. ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ അവൻ ഉമ്മയെ വിളിക്കണം അടുത്ത പേജും മറിക്കാൻ. ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത പേജ് ഒന്ന് മറിക്കൂ എന്ന് പറയണമെങ്കിൽ ഉമ്മാനെ വിളിക്കണം. അതിനുപോലും കഴിയില്ല ആ കുട്ടിക്ക്. ശരീരം മുഴുവൻ തളർന്നു കിടക്കുമ്പോ സന്ദർശിക്കാൻ ചെന്ന നമ്മുടെ പ്രവർത്തകര് ചോദിച്ചു, മോൻ എന്താ അള്ളാഹിനോട് പ്രാർത്ഥിക്കാറുള്ളത്? എന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുള്ളത്? വല്ലാത്തൊരു ചോദ്യമാണത്. ആ കുട്ടിയുടെ മറുപടി, ഞാൻ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത് എന്നത്
ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള സ്വകാര്യമാണ്. അത് ഞാൻ പറയുന്നില്ല. എനിക്ക് എന്റെ റബ്ബിനോട് ഒരുപാട് സ്വകാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എന്തു പ്രാർത്ഥിക്കുന്നില്ല എന്ന്. പടച്ചോനെ, എനിക്കൊന്നിരിക്കാനുള്ള അവസരം തരണേ, ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്കൊന്ന് നടക്കാനുള്ള അവസരം തരണേ, ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്കെന്റെ കൈയൊന്ന് ചലിപ്പിക്കാൻ, കാലൊന്ന് ചലിപ്പിക്കാൻ അവസരം തരണേ, ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. അതെന്താന്നറിയോ? എന്റെ റബ്ബ് എനിക്ക് ഇപ്പോൾ നൽകിയ അവസ്ഥയിൽ ഞാൻ തൃപ്തനല്ല എങ്കിലല്ലേ ഞാനത് പ്രാർത്ഥിക്കേണ്ടത്. എന്റെ റബ്ബ് എനിക്ക് നൽകിയ അവസ്ഥയിൽ ഞാൻ തൃപ്തനല്ല എങ്കിലല്ലേ ഞാനത് ചോദിക്കേണ്ടത്. എന്റെ റബ്ബിനറിയാം എനിക്കെന്താണ് ഹൈറെന്ന്. ആ റബ്ബ് നൽകിയതിൽ എനിക്ക് തൃപ്തിയാണ്, എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട്. അതിനുശേഷം ആ സുഹൃത്ത് പറഞ്ഞ വല്ലാത്ത ചില വാക്കുകളുണ്ട്. സഹോദരന്മാരെ, നാം വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ട വിഷയമാണ്. നമുക്കെന്തെല്ലാം അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നൽകിയിട്ടുണ്ട്. നമുക്കെന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിയിട്ടുണ്ട്. യുവാക്കളെ, അത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിൽ ഒരു കണ്ണ് തകർന്നൊരു മനുഷ്യൻ വരികയാണ്. ജന്മനാ കണ്ണു നഷ്ടപ്പെട്ടവനല്ല. ശരീരത്തിന്റെ മുഖത്തിന്റെ ഭാഗം കണ്ടാലേ തിരിച്ചറിയാം ഒരു അപകടത്തിൽ കണ്ണു നഷ്ടപ്പെട്ടതാണ്. മുറിയുടെ പാടുകളുണ്ട്. കണ്ണിന്റെ ഭാഗം ചില ഭാഗത്ത് നിറം മാറിയിട്ടുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുന്ന സമയത്ത് വലീദ് ഇബ്നു അബ്ദുൽ മലിക് ആ മനുഷ്യനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ കണ്ണ് നഷ്ടപ്പെട്ടത്? ആ മനുഷ്യന്റെ മറുപടി, ഒരു രാത്രിയാണ്, ഒരേ ഒരു രാത്രിയാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. നിങ്ങൾക്കറിയുമോ, നൂറുകണക്കിനൊട്ടകങ്ങളുള്ള, ഒരുപാട് സ്വർണത്തിന്റെ കിഴികളുള്ള ധനാഢ്യനായിരുന്നു ഞാൻ. കുത്തിച്ചൊരിഞ്ഞു വന്ന വെള്ളപ്പൊക്കം എന്റെ ഒട്ടകത്തെ കൊണ്ടുപോയി, എന്റെ കുടുംബത്തെ കൊണ്ടുപോയി, എന്റെ നാണയത്തുട്ടുകളെ കൊണ്ടുപോയി. ഞാൻ ശേഖരിച്ചു വെച്ചതെല്ലാം വെള്ളപ്പൊക്കം കൊണ്ടുപോയി. തകർന്നടിഞ്ഞു ഞാൻ. കുടുംബത്തിൽ എന്റെ ഭാര്യയില്ല, ഭാര്യയെ വെള്ളപ്പൊക്കം കൊണ്ടുപോയി. മക്കളെ കൊണ്ടുപോയി. വെള്ളപ്പൊക്കം തീർന്നു ഞാൻ നോക്കുമ്പോ എന്റെ ഒരു ചോര പൈതലും ഒരു ഇങ്ങോട്ട് കാണിക്കുന്ന ഒരൊട്ടകവും മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒട്ടകം, മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്റെ ചെറിയ പൈതൽ. ഞാൻ ഉടനെ ഒട്ടകത്തെ പിടിക്കാൻ വേണ്ടി മോട്ട് കാണിച്ചോടുന്ന ഒട്ടകത്തിന്റെ പിറകെയോടി. ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചപ്പോൾ ഞാൻ എന്റെ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. വെള്ളപ്പൊക്കം കഴിഞ്ഞ് വിശന്നു വലഞ്ഞ കുറുക്കന്മാർ, ചെന്നായ കൂട്ടങ്ങൾ എന്റെ കുട്ടിയുടെ അരികിലേക്ക് വന്ന് എന്റെ കുഞ്ഞിന്റെ തല ചെന്നായുടെ വായിനുള്ളിലെത്തിയിട്ടുണ്ട്. ഞാൻ ഉടനെ എന്റെ കുഞ്ഞിന്റെ അരികിലേക്ക് ഓടി. ആ കുഞ്ഞിനെ പിടിക്കുന്ന സമയത്ത് മോട്ടു കാണിച്ചു വന്ന ഒട്ടകം എന്റെ മുഖത്തേക്ക് ചവിട്ടി എന്റെ കണ്ണ് തകർന്നുപോയി. ഒരേ ഒരു രാത്രി എന്റെ സമ്പത്ത് എനിക്ക് നഷ്ടമായി, എന്റെ കുടുംബത്തെ എനിക്ക് നഷ്ടമായി, എന്റെ പ്രിയപ്പെട്ട ചോര പൈതലിനെ എന്റെ കൺമുന്നിൽ എനിക്ക് നഷ്ടമായി. പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടമായതൊന്നും നഷ്ടങ്ങളല്ല. നഷ്ടങ്ങളുടെ നീണ്ട കഥകൾ നമുക്ക് പറയാനുണ്ടല്ലോ. എന്ത് നഷ്ടമാണ് ജീവിതത്തിൽ നമ്മൾ സഹിച്ചിട്ടുള്ളത്? നമുക്ക് നഷ്ടം പറ്റിയെന്ന് തോന്നുന്നു എങ്കിൽ നമ്മളെക്കാൾ നഷ്ടം സഹിക്കുന്ന, നമ്മളെക്കാൾ ത്യാഗം സഹിക്കുന്നവരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു പോകണം. ഒരു ചെറിയ കടം വരുമ്പോ, ഒരു ചെറിയ പ്രയാസം വരുമ്പോ, പടച്ചറബ് ഒരു പരീക്ഷണം കൊണ്ടുവരുമ്പോ പേടിച്ചു പിന്മാറരുത്. നമുക്ക് ഈമാനിന്റെ കരുത്ത് വേണം യുവാക്കളെ, ഈമാനിന്റെ കരുത്ത് വേണം. യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കലാപത്തിനിറങ്ങുന്നവരുണ്ട്. മുസ്ലിം യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് സംരക്ഷണ കവചം തീർക്കുമെന്ന് പറയുന്ന വ്യക്തികളുണ്ട്. മെഴുകുതിരിവട്ടത്തിൽ അരണ്ട വെളിച്ചത്തിൽ മീറ്റിംഗ് കൂടി ഞങ്ങളിതാ മുസ്ലിം യുവാക്കളാണ്, മുസ്ലിമീങ്ങളെ സംരക്ഷകരാണ് എന്ന് പറയുന്നവരെ ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കുക. എന്തായിരുന്നു മുസ്ലിമീങ്ങളുടെ കരുത്ത്? ആയുധങ്ങളാണോ? നേതൃത്വമാണോ? യുദ്ധക്കോപ്പുകളാണോ?
ബദറിൽ മുസ്ലിമീങ്ങൾ വിജയം കൈവരിച്ചത് അവരുടെ കൈകളിലുള്ള ക്ലാവ് പിടിച്ച കത്തി കൊണ്ടാണോ? തബൂക്കിലേക്ക് പോകുന്ന സ്വഹാബത്തിന്റെ കൈകളിലെ ആയുധം എന്ത്? വിശപ്പിന് ഭക്ഷണം പോലുമില്ല. വിശന്ന വയറിന്, ഒട്ടിയ വയറിൽ ഭക്ഷണം പോലുമില്ലാതെ ഒട്ടിയ വയറുമായി തബൂക്കിലേക്ക് പുറപ്പെട്ട സ്വഹാബത്ത് വിജയം കൈവരിച്ചതിന്റെ പിന്നിലെ വസ്തുതയെന്ത്? മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഇത് അറിയണമായിരുന്നു. മുശ്രിക്കീങ്ങൾ തീരുമാനിച്ചു, ചാരന്മാരെ നമുക്ക് നിയോഗിക്കാം. അങ്ങനെ ചാരന്മാരെ നിയോഗിച്ച് ചാരന്മാർ സ്വഹാബത്തിന്റെ കൂടെ 3 ദിവസം തള്ളി നീക്കുകയാണ്. സ്വഹാബത്തിനെ പഠിക്കുകയാണ്. 3 ദിവസം സ്വഹാബത്തിന്റെ ജീവിതം പഠിച്ച് അവർ മക്കാ മുശ്രിക്കീങ്ങളുടെ നേരെ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കറിയുമോ സ്വഹാബാക്കൾ പകലിലെ പോരാളികളാണ്. സ്വഹാബാക്കൾ പകലിലെ പോരാളികളാണ്. രാത്രി അള്ളാഹുവിന്റെ മുന്നിൽ ചെറിയ കുഞ്ഞിനെ പോലെ കരയുന്നവരാണവർ. പടച്ചറപ്പിന്റെ മുന്നിൽ കൈകൾ ഉയർത്തി പടച്ചറപ്പിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണവർ. ആ കണ്ണുനീരാണ് അവരുടെ ആയുധം. രാത്രി എഴുന്നേറ്റുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അവരുടെ ആയുധം. യുവാക്കളെ, എത്ര ദിവസങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, എത്ര നിമിഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവരെ, ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങുന്നവരെ, ഇസ്ലാമായി ജീവിച്ച പടച്ചറബിന്റെ മുന്നിൽ കണ്ണുനീര് പൊടിച്ച എത്ര നിമിഷങ്ങളുണ്ട്. സഹോദരന്മാരെ, വളരെയധികം വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കോട്ടയം ജില്ലയിൽ ബാത്റൂമിൽ കയറിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും മകൻ ഇറങ്ങാത്തത് കണ്ടപ്പോ ഉപ്പാക്ക് ബേജാറായി. ഉപ്പയും ഉമ്മയും വന്ന് വാതിൽ ചവിട്ടി തുറന്നപ്പോ ബാത്റൂമിന്റെ ഉള്ളിലിരുന്നിട്ട് ഗെയിം കളിക്കാം, പബ്ജി കളിക്കാം. വീട്ടിൽ ആള് കൂടിയതും വാതില് മുട്ടി വീട്ടുകാർ തുറക്കാൻ ശ്രമിക്കുന്നതും അറിയുന്നില്ല. അവൻ ഗെയിമിന്റെ ആനന്ദത്തിലാണ്. സഹോദരന്റെ മകളുടെ കല്യാണത്തിന്റെ അന്ന് തലേ ദിവസം മകളെ കാണുന്നില്ല. കല്യാണം മുടങ്ങുന്നായപ്പോ പോലീസിൽ അറിയിച്ചു. 3 ദിവസം കഴിഞ്ഞ് പോലീസുകാർ വന്നു. പോലീസുകാർ വന്നിട്ട് ചോദിച്ചു, മോളെ കാണണോ, മകളെ കാണണമെന്നുണ്ടോ? ആ വൃദ്ധനായ ജീവിതത്തിന്റെ സിംഹഭാഗവും മരുഭൂമിയിൽ മക്കൾക്ക് വേണ്ടി കടിച്ചുകൂട്ടിയ ആ പാവപ്പെട്ട വയോധികനായ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് പോലീസുകാർ ഈരാറ്റുപേട്ടയിലേക്ക് ചെന്നു. ഈരാറ്റുപേട്ടയിലെ ലോഡ്ജിന്റെ വാതിൽ മുട്ടിയപ്പോ ഒരു അന്യമതസ്ഥന്റെ കൂടെ മോൾ ഇറങ്ങി വന്നു. പോലീസുകാർ ചോദിച്ചു, പോറ്റി വളർത്തിയ ഉപ്പാന്റെ കൂടെ പോകണോ അതല്ല ഇവിടെ നിൽക്കണോ? ആ പെണ്ണിന്റെ മറുപടി, എനിക്ക് ഉപ്പയുടെ കൂടെ പോകുന്നതിനേക്കാൾ ഇഷ്ടം ഈ മനുഷ്യന്റെ കൂടെ നിൽക്കുന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. അത്രയേ ഉള്ളൂ ആ തിരിച്ചറിവ്. ബാപ്പ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല. അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മകള് ചോദിച്ചതൊക്കെ ഞാൻ കൊടുത്തു, ചോദിച്ചതെല്ലാം ഞാൻ നൽകി. സഹോദരന്മാരെ, ചോദിച്ചതെല്ലാം നൽകലല്ല ഒരു നല്ല രക്ഷിതാവ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതെല്ലാം റബ്ബ് നൽകുന്നുണ്ടോ? ഏറ്റവും നല്ല രക്ഷിതാവ് അള്ളാഹുവാൻ. എന്താണ് ഖൈറ്, അത് നോക്കിയിട്ടാണ് നമുക്ക് നൽകുന്നത്. 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺമക്കൾക്ക് എന്തിനാണ് മൊബൈൽ? അവർ ജില്ലാ കളക്ടറാണോ? ആരുമായിട്ടാണ് അവർക്ക് സംസാരിക്കാനുള്ളത്? രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവരുടെ കൈകളിൽ എന്തിന് മൊബൈൽ നൽകണം? ഇസ്ലാം പഠിപ്പിച്ചൊരു മസ്ലഹത്ത് എവിടെ നമ്മൾ ലംഘിക്കുന്നുവോ അതിന്റെ പിന്നിൽ ഒരു അപകടം നമ്മളെ തേടിയെത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യുവതയെ, ഈ തലമുറയെ മുന്നിലേക്ക് നയിക്കേണ്ടവർ നമ്മളാണ്. നമുക്കൊരു വലിയ നേതൃത്വമുണ്ട്, നമുക്കൊരു വലിയ മുൻഗാമികളുണ്ട്. ഒരു സുന്ദരമായ 4 നില കെട്ടിടം, ഉന്നതമായ 4 നില കെട്ടിടം. ആ കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത് അതിന്റെ ഓടാണ്, അതിന്റെ ചുമരാണ്, അതിന്റെ പെയിന്റാണ്, അതിന്റെ ജനലാണോ,
താഴെ പതിച്ച ടൈലാണ്, ഒന്നുമല്ല. അതെല്ലാം ഭംഗി മാത്രം. ആ 4 നില കെട്ടിടത്തെ പടുത്തുയർത്താൻ താഴ്ഭാഗത്ത് ചതഞ്ഞരഞ്ഞു കഴിയുന്ന അടിത്തറയുണ്ട്. പൊട്ടി ധൂളികളായി മണ്ണോട് ചേർന്ന് കിടക്കുന്ന ചില കല്ലുകളുണ്ട്. ആ കല്ലുകളാണ്, മണ്ണിനടിയിൽ കിടക്കുന്ന വലിയ കല്ലുകളാണ് ഈ 4 നില കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത് എങ്കിൽ ഇന്ന് നമ്മൾ വലിയൊരു പ്രസ്ഥാനമാണ്. വലിയ സൗകര്യങ്ങളുണ്ട്. ദഅ്വാ രംഗത്ത് ഉന്നതമായ സാധ്യതകളുണ്ട്. ഈ വലിയ പ്രസ്ഥാനത്തെ, ഈ വലിയ ദൗത്യത്തെ താങ്ങി നിർത്തുന്നത് മണ്ണിനടിയിലെത്തിയ, നമ്മ വിട്ടു പിരിഞ്ഞുപോയ ചരിത്രത്തിലെ ചില വലിയ നേതാക്കന്മാരുടെ, ചരിത്രത്തിലെ ചില യുവാക്കളുടെ ചില മുന്നേറ്റങ്ങളായിരുന്നു. തിരൂരിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ മുഖം പൊത്തിയാണ് നടന്നു പോവുക. ജനങ്ങൾ കാണാതെ മുഖം പൊത്തി തലതാഴ്ത്തി നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം, ഒരു വലിയ പണ്ഡിതന്റെ ചരിത്രം തിരൂരിന് പറയാനുണ്ട്. തെയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന KM മൗലവിയായിരുന്നു ആ വലിയ പണ്ഡിതൻ. നടന്നു പോകുന്നത് KM മൗലവിയാണെന്നറിഞ്ഞാൽ കല്ലെറിഞ്ഞാട്ടുന്നൊരു ജനത കേരളക്കരയിൽ കടിഞ്ഞു പോയിട്ടുണ്ട്. ഉമർ മൗലവിയുടെ കൂടെ യാത്ര തിരിക്കുമ്പോ ഉമർ മൗലവിയുടെ ചോദ്യം, ഉസ്താദേ, ആ തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരിറ്റു വെള്ളം കുടിച്ചിട്ട് നമുക്ക് യാത്ര തിരിക്കാം. ഉമർ ചെന്ന് കുടിക്കുക, ഞാൻ കൂടെ വന്നാൽ ഉമറിന് കിട്ടുകയുമില്ല, എനിക്ക് കിട്ടുകയും ചെയ്യും. ഉമറിന് കിട്ടുകയുമില്ല, എനിക്ക് കിട്ടുകയും ചെയ്യും. ആ പറഞ്ഞ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. ദാഹജലം ചോദിച്ചു വന്നത് KM മൗലവിയാണെന്നറിഞ്ഞാൽ കുടിവെള്ളം നൽകാത്ത, കല്ലെറിഞ്ഞോടിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ കഴിഞ്ഞുപോയി. കണ്ണൂർ ജില്ലയിലെ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ സെയ്ദ് മൗലവിക്ക് കുപ്പായില്ലാതെ വീട്ടിലേക്ക് കയറി വന്ന സെയ്ദ് മൗലവിയോട് ഭാര്യയുടെ ചോദ്യം, അല്ല, കുപ്പായ എവിടെ, വസ്ത്രം എവിടെ? വീടിന്റെ പുറത്ത് അയലിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനിരുന്നു. ഭാര്യ പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോ അയലിൽ തൂങ്ങുന്ന വസ്ത്രത്തിൽ രക്തപ്പാടുകളാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ കല്ലേറുകൾ കൊണ്ട് രക്തം പൊടിഞ്ഞ വസ്ത്രങ്ങളുമായി നടന്നു നീങ്ങിയ കാൽപാദങ്ങൾ. കണ്ണൂരിലെ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്കെത്തിയ മഹാനായ മക്തി തങ്ങളുടെ 2 പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ 2 പല്ലില്ല. ആ പല്ല് എവിടെ പോയി? ആ പല്ല് കല്ലേറിൽ നഷ്ടപ്പെട്ടതാണ്. നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു വലിയ ആദർശ പ്രസ്ഥാനത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി അവർ കൊണ്ട ത്യാഗങ്ങളായിരുന്നു, നമ്മുടെ മുൻഗാമികൾ ഏറ്റുവാങ്ങിയ വലിയ ത്യാഗങ്ങളായിരുന്നു ഇത്. പൊന്നാനിയിലെ ഓവുചാലിന് സെയ്ദ് മൗലവി എന്ന വയോധികനായ പണ്ഡിതന്റെ ചരിത്രം പറയാനുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ കടുത്തിൽ മാലപ്പടക്കം ചാർത്തി ആ മാലപ്പടക്കത്തിന് തിരികൊളുക്കുമ്പോ ഓവുചാലിലേക്ക് മറിഞ്ഞു വീണ സെയ്ദ് മൗലവിക്ക് ഒരു പരാതികളും ഉണ്ടായിരുന്നില്ല. എത്ര വലിയ കൊടുങ്കാറ്റിലും ആ നേതാക്കന്മാർ പതറിയിട്ടില്ല. നമ്മൾ ആലോചിച്ചാൽ നമ്മളെപ്പോലെ എത്ര യുവാക്കൾ ഉണ്ടായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ? വിരലിലെണ്ണാവുന്നവർ. ഓരോ യുവാക്കളും വലിയ പ്രസ്ഥാനങ്ങളായിരുന്നു. എടവണ്ണയിൽ ഒരു അലവി മൗലവി, തിരൂർക്കാട് ഒരു ഉമർ മൗലവി, അരീക്കോട് ഭാഗത്ത് ഒരു NV അബ്ദുസ്സലാം മൗലവി, തിരൂരങ്ങാടിയിൽ ഒരു KM മൗലവി, തിരുവനന്തപുരം ജില്ലയിൽ വെട്ടം വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓരോ നാട്ടിൽ വിരലിലെണ്ണാവുന്ന പണ്ഡിതന്മാർ, ഓരോരുത്തരും വലിയ പ്രസ്ഥാനങ്ങളായി മാറി. ഇന്നോ വലിയ പ്രസ്ഥാനങ്ങൾ വിരലിലെണ്ണാവുന്ന ആളുകളായി ചുരുങ്ങുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. സഹോദരന്മാരെ, വലിയ ദൗത്യം നമുക്കിവിടെയുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്ന, ഇസ്ലാമിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി കടന്നു വരുന്ന ഒരു കാലഘട്ടം. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ തവണ ഏറ്റവും അധികം യൂട്യൂബിൽ ആളുകൾ സെർച്ച് ചെയ്ത വീഡിയോ ISIS-ഉമായി ബന്ധപ്പെട്ട വീഡിയോയാണ്. ഒരു ഇസ്ലാമിക വേഷം ധരിച്ച ഒരു ജഡ്ജി, ഒരു കോടതിയാണ് രംഗം.
അവിടെ ഒരു പത്രപ്രവർത്തകനെ കൊണ്ടുവന്ന് അയാളോട് ചോദിക്കുകയാണ്, ഇസ്ലാമിക വേഷം ധരിച്ച ആളുകൾ, എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം? ആ മനുഷ്യന്റെ മറുപടി, എനിക്കെന്റെ ഭാര്യയ്ക്കൊരു ഡൈവേഴ്സ് നോട്ടീസ് അയക്കണം. പെണ്ണെ, നീ എന്നെ കാത്തിരിക്കേണ്ടതില്ല, നീ എന്നെ കാത്തിരിക്കേണ്ടതില്ല. അല്ല എങ്കിൽ പ്രിയതമൻ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അവൾ എന്നെ കാത്തിരിക്കും. അതിനുള്ള മറുപടി, ഇസ്ലാമിക താടി വെച്ച, ഇസ്ലാമിന്റെ വേഷം ധരിച്ച മനുഷ്യന്റെ മറുപടി, യു ആർ എ കാഫിർ, നീയൊരു കാഫിറാണ്, നിനക്കതിന് അനുവാദമില്ല. ഉടനെ ആ മനുഷ്യന്റെ കഴുത്തിൽ കത്തി വെക്കുകയും, കടുത്തറുത്ത കത്തി, വാർന്നൊലിക്കുന്ന രക്തമുള്ള കത്തി കടലിൽ മുക്കി തിരിച്ചു വരുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ബാങ്കൊലികളാണ്. നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്കൊലി മുടങ്ങുമ്പോ ഹൈന്ദവരായ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്നത് ISIS-കാരന്റെ കൈകളിലെ കത്തിയാണ്. താഴെ വീണുപിടയുന്ന പാവപ്പെട്ട മനുഷ്യന്റെ രക്തമാണ്. ആരാണ് അവരുടെ ഹൃദയങ്ങളിലെ ഈ തെറ്റായ ചിന്താരീതികളിൽ പരിവർത്തനം സൃഷ്ടിക്കുക? കമലാ സുരയ്യ എന്ന മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരി മുംബൈയിലേക്ക് താമസം മാറിയപ്പോൾ അവരുടെ എഴുത്ത് ഇംഗ്ലീഷിലേക്ക് കൂടെ വ്യാപിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മലയാളികളുടെ മാധവിക്കുട്ടി, ലോക സാഹിത്യത്തിലെ കമലാദാസ്, അവർ ലോകത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും ഒരാൾ ഒരു ഖുർആനിന്റെ കൈകളിൽ നൽകിയിരുന്നുവെങ്കിൽ 10 വർഷം മുമ്പ് ഞാൻ ഇസ്ലാമിനെ പുൽകുമായിരുന്നു. ആ വിരൽ ചൂണ്ടൽ നമ്മുടെ നേരെയാണ്. ആ വിരൽ ചൂണ്ടൽ നമ്മുടെ അയൽക്കാരുടേതു കൂടെയാണ്. ഇസ്ലാം എന്ന സുന്ദരമായ ആദർശത്തെ ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു എന്ന് നമ്മുടെ അയൽക്കാരുടെ സംസാരമാണ്. സഹോദരന്മാരെ, ഇസ്ലാമോഫോബിയ നമ്മുടെ സമൂഹത്തിൽ ശക്തമായി വ്യാപിച്ചിരിക്കുന്നു. ട്രെയിനില് നമ്മുടെ ഒരു സഹോദരൻ യാത്ര ചെയ്യാൻ, അദ്ദേഹം നല്ല തടിയുള്ള, പിന്നെ വലിയ താടിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ട്രെയിനിന്റെ മുകളിലെ ബർത്തിലിരുന്ന് നാളെ അദ്ദേഹത്തിന് ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ലാപ്ടോപ്പ് എടുത്ത് അതിന്റെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ താഴെ കിടക്കുന്ന മനുഷ്യന് ഉറക്കം കിട്ടണില്ല. അദ്ദേഹം ഇങ്ങനെ കുറെ തിരിഞ്ഞു കിടക്കും, മറിഞ്ഞു കിടക്കും, ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കും, ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കും, ആകെ ബേജാറാണ്. ഇപ്പൊ മുകളിൽ കിടക്കുന്ന മനുഷ്യന് മനസ്സിലായി സാധു എന്തോ പേടിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു ഇദ്ദേഹത്തോട്, എന്താ നിങ്ങൾ ഉറങ്ങാത്തത്? ഇപ്പൊ താഴെ കിടക്കുന്ന ആള് പറയാണ്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ലാപ്ടോപ്പിൽ എന്താ ഈ കുത്തിക്കുറിക്കുന്നത്? ഒരു താടി വെച്ചൊരു മനുഷ്യൻ ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുന്നത് കാണുമ്പോ ഈ മനുഷ്യൻ ആലോചിക്കുന്നതാ, ട്രെയിന് തകരാൻ പോവാണ്, ട്രെയിന് കത്തിച്ചാമ്പലാകാൻ പോവാണ്. വീട്ടിലെ ഭാര്യയെ, തന്റെ ചോര പൈതലിനെ, ഓമന പൈതങ്ങളെ മനസ്സിലേക്ക് ഓർമ്മ വരാൻ. ഇദ്ദേഹം പറഞ്ഞു, നാളെ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, അതിന്റെ ഒരു വർക്കിലാണ്. പിന്നെ അദ്ദേഹം പറയാണ്, 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ സാധുവിന്റെ കൂർക്കമ്പലെ ഞാൻ കേൾക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ലാപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുന്നത് കാണുമ്പോ ട്രെയിൻ തകരാൻ പോകുന്നു എന്ന രൂപത്തിലേക്ക് നമ്മുടെ അയൽക്കാരുടെ മനസ്സുകളെ പരിവർത്തിപ്പിച്ചതാര്? നമ്മുടെ ഒരു വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ഒരു പ്രോഗ്രാം നടന്നപ്പോ ഒരു കളക്ടറാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബാങ്ക് കൊടുത്തപ്പോ ഒരു പേപ്പർ കൊടുത്തു, സംസാരം നിർത്തണം. പ്രസംഗം കഴിഞ്ഞ് താഴേക്കിറങ്ങിയിട്ട് പ്രസംഗം നിർത്തി ബാങ്കിന് ശേഷം വീണ്ടും പ്രസംഗം തുടങ്ങിയിട്ട് അദ്ദേഹം പറയാണ്, മുസ്ലിങ്ങൾ അക്ബർ ചക്രവർത്തിയെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രമാത്രം അക്ബർ ചക്രവർത്തിക്ക് നിങ്ങൾ സ്ഥാനം നൽകുന്നുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം പള്ളിയിൽ നിന്ന് അക്ബർ ചക്രവർത്തിയുടെ പേര് കേട്ടപ്പോ നിങ്ങൾ പ്രസംഗം നിർത്താൻ പറഞ്ഞു. കളക്ടറായ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇസ്ലാമിലെ ബാങ്കിനെ പറ്റിയുള്ള ധാരണ ഇതാണ് എങ്കിൽ ഈ തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് ആര്? യുദ്ധം നടക്കുന്ന സമയത്തിൽ മുആദ് റളിയല്ലാഹു തആല അൻഹുവും മുഅവ്വദ് റളിയല്ലാഹു തആല 2 ചെറുപ്പക്കാരാണ്. 2 ചെറുപ്പക്കാരും ബദറിലേക്ക് വന്ന് ചോദിക്കുകയാണ്,
എവിടെയാണ് അബൂജഹൽ? ഒരു മനുഷ്യൻ കാണിച്ചു കൊടുത്തു, കണ്ടോ ആ ഉയരത്തിലുള്ള നല്ല പോക്കിരിയായ കറുകറുത്ത മനുഷ്യനുണ്ടല്ലോ, അവനാണ് അബൂജഹൽ. നടക്കുകയാണ് മുആദും മുഅവ്വദും. യുദ്ധക്കളത്തിലേക്ക് നന്നേ ചെറിയ പൈതൻ കൈകളിൽ ആയുധവുമേന്തി അബൂജഹലിനെ വധിക്കാൻ പോകുമ്പോ മുഅവ്വദിന്റെ കൈകളിൽ വെട്ടേറ്റു. അറ്റുതൂങ്ങുന്ന പിഞ്ചു കൈകൾ. ഒരു നേരം ആലോചിക്കുകയാണ്, എനിക്കെത്തേണ്ടത് അബൂജഹൽ എന്ന ലക്ഷ്യത്തിലേക്കാണ്. ഈ ലക്ഷ്യത്തിൽ എന്റെ കൈകൾ എനിക്ക് തടസ്സമാണ്. അറ്റുതൂങ്ങുന്ന കൈകൾ താഴേക്കു നീട്ടി ഇടതുകാലുകൊണ്ട് ആ കൈകളിൽ ചവിട്ടി, ഇടതു കൈകളിൽ വാളേന്തി അറ്റുതൂങ്ങുന്ന കൈകൾ അറുത്തുമാറ്റി അബൂജഹലിന്റെ നേരെ കുതിക്കുകയാണ്. ഇസ്ലാം എന്ന പ്രയാണത്തിൽ തന്റെ കൈകൾ തടസ്സമാണെന്നറിഞ്ഞപ്പോ കൈകൾ അറുത്തുമാറ്റിയവർ. പ്രിയമുള്ളവരെ, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന സന്ദേശത്തെ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കച്ചവടമാണോ തടസ്സം? നമ്മുടെ മക്കളാണോ തടസ്സം? നമ്മുടെ ഉപ്പമാരാണോ തടസ്സം? നമ്മുടെ വീടാണോ? സമ്പത്താണോ? പിതാക്കന്മാരാണോ? ഭാര്യമാരാണോ? എന്താണ് നമ്മുടെ തടസ്സം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആലയുടെ ചോദ്യമുണ്ട്. കുൽ, നബിയേ പറയുക. ചോദ്യം നമ്മോടാണ്. യുവാക്കളെ, നബിയെ പറയുക, ഇൻ കാന ആബാഉകും, ഉപ്പമാരാണോ നിങ്ങൾക്ക് വലുത്? അബ്നാഉകും, നിങ്ങളുടെ സന്താനങ്ങളാണോ? ഇഖ്വാനുകും, നിങ്ങളുടെ ഇണകളാണോ? നിങ്ങളുടെ ഇണകളാണോ നിങ്ങൾക്ക് വലുത്? നിങ്ങളുടെ കുടുംബമാണോ? 8 കാരണങ്ങൾ എണ്ണിയിട്ട് അല്ലാഹുവിന്റെ ചോദ്യം, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി. അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് വലുത് ഇതാണോ? എന്താ എത്ര കേട്ടിട്ടും സുബഹി നമസ്കാരത്തിന് പള്ളിയിലെത്താത്തത്? നമുക്ക് തടസ്സം രാത്രിയിലെ കച്ചവടം. എന്തേ വെള്ളിയാഴ്ച ഒന്ന് നേരത്തെ പള്ളിയിലെത്താൻ, പള്ളിയുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ, പള്ളി ഒന്ന് വൃത്തിയാക്കാൻ, നേരത്തെ പള്ളിയിലെത്തി സൂറത്തുൽ കഹ്ഫ് ഒന്ന് പാരായണം ചെയ്യാൻ എന്തേ തടസ്സം? ആ സമയത്താണ് കുറച്ച് കച്ചവടത്തിൽ ലാഭമുള്ളത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നറിഞ്ഞിട്ടും എന്തേ നിന്റെ സമൂഹത്തിൽ എഴുന്നേറ്റുകൊണ്ട് അത്യുദാരനായ റബ്ബിനെ പ്രകീർത്തിക്കാൻ എന്തേ തടസ്സം? ഉപ്പയാണ്, ഉമ്മയാണ്, കുടുംബമാണ് എങ്കിൽ കേൾക്കുക, കാത്തിരിക്കുക. നിങ്ങൾ അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഉപ്പയുടെ സ്നേഹത്തിന് പ്രാധാന്യം നൽകിയവരെ, ഉമ്മാക്ക് സ്ഥാനം നൽകിയവരെ, സന്താനങ്ങൾക്ക് സ്ഥാനം നൽകിയവരെ, കാത്തിരിക്കുക അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തുന്നത് വരെ. ഇസ്ലാമിനെ ഇത്രയേറെ സംശയിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ നാവാകാൻ ആര് തയ്യാറുണ്ട്? യുവാക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ HD ക്യാമറയും പിടിച്ച് കാത്തിരിക്കാൻ, ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് കടുകന്മാർ ഇസ്ലാമിനെ റാഞ്ചാൻ കാത്തിരിക്കുമ്പോൾ പുതിയ ദീദാത്തുമാരെവിടെ? ഇന്ത്യയിൽ ജനിച്ച, ജനനത്തിന് ശേഷം ആഫ്രിക്കയിലേക്ക് താമസം മാറിയ ഒരു തയ്യൽക്കാരന്റെ മകനുണ്ട് ചരിത്രത്തിൽ. ചരിത്രം അവനെ വിളിച്ചു അഹ്മദ് ദീദാത്ത്. വലിയ എഴുത്തുകാരനോ പ്രഭാഷകനോ ഒന്നുമല്ല. ചെറുപ്പത്തിൽ കൈകളിൽ ഒരു ഏട് ലഭിക്കുകയാണ്. വായിച്ചു നോക്കിയപ്പോൾ താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന തന്റെ പ്രവാചകനെ കുറിച്ചുള്ള വിമർശനങ്ങളാണ്. തന്റെ പ്രവാചകന്റെ ജീവനത്തെ കൊത്തിവലിക്കുകയാണ് ക്രൈസ്തവ പാതിരിമാർ. ഏതാണ് ആ കാലഘട്ടം? ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഇസ്ലാം എന്ന സത്യത്തിനു നേരെ ക്രൈസ്തവ പാതിരിമാർ ചോദ്യങ്ങളുടെ ശരങ്ങൾ അടിച്ചുവിടുന്ന കാലഘട്ടം. മുസ്ലിമീങ്ങളിലെ പാമരന്മാർ പേടിച്ചൊളിക്കുകയാണ്. ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്താൻ കഴിയാതെ നാനാദിക്കുകളിലേക്കും ഓടിയൊളിക്കുന്ന കാലഘട്ടം. കൊച്ചുദീദാത്തിന്റെ കണ്ണ് നനഞ്ഞു. ഒരു വലിയ കുന്നിന്റെ മുകളിൽ കയറി ചെറിയ കുട്ടിയെപ്പോലെ ദീദാത്ത് പൊട്ടിക്കരഞ്ഞു.
എന്റെ പ്രവാചകനെ പരിഹസിക്കുമ്പോൾ അതിനു മറുപടി പറയാൻ ദീദാത്തിന് കഴിയുന്നില്ലല്ലോ. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു, ക്രൈസ്തവ ലോകത്തിലെ പോപ്പിനെ വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് വിമർശിക്കാം, വിമർശനം ഏറ്റെടുക്കാൻ ദീദാത്തൊരുക്കമാണ്. എന്റെ പ്രവാചകന് നേരെ ചോദ്യങ്ങൾ ചോദിക്കാം. പിറകോട്ടോടുന്ന മുസ്ലിം സമൂഹത്തിന്റെ നെറുക നിന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ നാവായി മാറി അഹമ്മദ് ദീദാത്ത്. പുതിയ ദീദാത്തുമാരെവിടെ? ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന പുതിയ നാവുകൾ എവിടെ? മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റടിച്ച പുസ്തകം ബർസ എന്ന പേരിൽ ഖദീജ മുംതാസ് എഴുതിയ ഒരു പുസ്തകമാണ്. തൊട്ടടുത്ത കാലത്ത് ഇസ്ലാമിനെതിരെ ശക്തമായ വിമർശനമാണ് ആ പുസ്തകം. എഴുത്തിലൂടെ, നാടകങ്ങളിലൂടെ, കണ്ണിറുക്കലുകളിലൂടെ ആ രൂപത്തിൽ എങ്ങനെയെല്ലാം ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയും ആ രൂപത്തിലെല്ലാം ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ നവമാധ്യമങ്ങൾ ഒരുങ്ങിത്തിരിക്കുമ്പോ എന്താണ് പ്രിയമുള്ളവരെ ഇസ്ലാമിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് യുവാക്കളെ വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കേണ്ടതുണ്ട്. മരണപ്പെട്ടു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കിയാക്കുവാൻ നമുക്ക് സാധിക്കണം. യുവാക്കളെ, ഇവിടെ കന്നുകാലികൾ ചത്തൊടുങ്ങുന്ന രൂപത്തിൽ വഴിയോരങ്ങളിൽ വണ്ടി തട്ടി ചത്തുകിടക്കുന്ന കന്നുകാലികളെ കണ്ടിട്ടുണ്ട്. അതുപോലെ അമിത വേഗതയിൽ വാഹനമോടിച്ച് ഏതെങ്കിലും റോഡിന്റെ മൂലയിൽ ചതഞ്ഞരഞ്ഞ് കഴിയേണ്ടതല്ല യുവാക്കളെ നമ്മുടെ ജീവിതം. ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കണം, സമൂഹത്തിലേക്ക് ഇറങ്ങണം. മരണത്തിനപ്പുറം എന്തെങ്കിലും ആസാറുകൾ ബാക്കിയാക്കണം. നമ്മൾ മരണപ്പെട്ടാലും ഖബറിലേക്ക് എത്തുന്ന 1000 നന്മകൾ വേണം. നമ്മൾ എന്താണ് അതിനു വേണ്ടി സമ്പാദിച്ചിട്ടുള്ളത്? എത്ര മരണവാർത്തകൾ നമ്മൾ കേട്ടു, എത്ര മരണവാർത്തകൾ. തൊട്ടടുത്ത ദിവസം ഒരു സഹോദരന്റെ വീഡിയോ നമ്മൾ കണ്ടു. ഭാര്യയുടെ കൂടെ യാത്ര ചെയ്യുമ്പോ 4 മാസം പ്രായമുള്ള പൈതലിനെ നെഞ്ചോട് ചേർത്ത് തൊട്ടരികിലുണ്ട് പ്രിയതമ. വാഹനം ഓടിക്കുന്നതിനിടയിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിലൂടെ 4 മാസം പ്രായമുള്ള കുഞ്ഞ് ഊർന്നിറങ്ങുന്നത് കണ്ടപ്പോ തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, തൊട്ടരികിലുണ്ടായിട്ടും ഒരു വാക്കുപോലും പറയാതെ പ്രിയപ്പെട്ടവൾ യാത്ര തിരിച്ചിട്ടുണ്ട്. ഞാനിതാ പോവുകയാണ്, മക്കളെ നോക്കണേ എന്നുപോലും പറയാതെ അവൾ യാത്ര തിരിച്ചിട്ടുണ്ട്. ജീവിതം അത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ, അതാണ് ജീവിതം. സുഹൃത്ത് ജാബിർ കായക്കൊടിയെ നമുക്ക് മറക്കാൻ കഴിയുമോ? ഭാര്യയോട് ഞാനിതാ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ പ്രസംഗത്തിനിടയിൽ പ്രസംഗം നിൽക്കുകയും ഇസ്ലാഹി പ്രബോധന വീതിയിലെ നമ്മുടെ പ്രബോധകൻ ജാബിർ കായക്കൊടി മരണപ്പെട്ടു എന്ന വാർത്ത പ്രസംഗത്തിനിടയിലാണ് കേൾക്കുന്നത്. എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മുടെ മരണം? റബ്ബ് എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? ആ റബ്ബിന്റെ വിളി വന്നെത്തിക്കഴിഞ്ഞാൽ ഒരല്പസമയം പോലും നമുക്ക് ദീർഘിപ്പിച്ചു നൽകുകയില്ല. ഉടൻ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകേണ്ടവരാണ്, തിരിച്ചു മടങ്ങേണ്ടവരാണ് നമ്മൾ. ആ മരണത്തിന് മുമ്പ് എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, എത്ര ധന്യമാണ് ആ ജീവിതം. പ്രവാചകന്റെ ഹദീസുകളിൽ 5374 ഹദീസുകൾ. ഒരു ഹദീസ് ഒരാൾ പറയാ എന്ന് പറഞ്ഞാൽ മഹാപ്രതിഭയാണ് ആ മനുഷ്യൻ. 5374 ഹദീസുകൾ ലോകത്തെ പഠിപ്പിച്ച അബൂ ഹുറൈറ പലപ്പോഴും നമസ്കാരത്തിനിടയിൽ ബോധം കെട്ടു വീടും. സ്വഹാബത്ത് വന്നു നോക്കും. മദീന പള്ളിയുടെ പ്രവാചകന്റെ റൗളയുടെയും നമ്മുടെ ഉമ്മയുടെ വീടിന്റെയും ഇടയിൽ, പ്രവാചകന്റെ മിമ്പറിന്റെയും ഉമ്മയുടെ വീടിന്റെയും ഇടയിൽ ബോധം കെട്ടുവിടുന്ന മഹാനായ സ്വഹാബി. ചെന്നു നോക്കുമ്പോ രോഗാണെന്ന് കരുതി ചികിത്സിക്കാൻ നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി, സ്വഹാബ പട്ടിണിയാണ്. രോഗല്ലട്ടോ, രോഗം കൊണ്ടല്ല അബൂ ഹുറൈറ താഴെ വീണത്.
പട്ടിണിയാണ്, വിശപ്പു സഹിക്കാൻ കഴിയാതെയാണ് അബൂ ഹുറൈറ താഴെ വീണത്. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് കണ്ണു നനയുകയാണ്. സ്വഹാബത്തിന്റെ ചോദ്യം, അബൂ ഹുറൈറ എന്തിനാണ് അങ്ങ് കരയുന്നത്? എന്തേ അബൂ ഹുറൈറ കണ്ണു നനഞ്ഞത്? ധന്യമായിരുന്നില്ലേ ജീവിതം? എത്രയെത്ര നന്മകൾ ചെയ്തു. അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയോ? അൽ മൗത്തു ഖരീബ്, ദാ മരണം തൊട്ടരികിലെത്തിയിട്ടുണ്ട്. മരണം എന്റെ തൊട്ടരികിലെത്തിയിട്ടുണ്ട്. വസ്സഫറു തവീൽ, ഒരു സുദീർഘമായ യാത്രയാണ് ഇനി എനിക്ക്. മരണത്തിന്റെ വേദനയും കഴിഞ്ഞ്, ഖബറിന്റെ ഇടുക്കവും കഴിഞ്ഞ്, വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ദിനരാത്രങ്ങളും കഴിഞ്ഞ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കത്തിയാളുന്ന നരകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസത്തിലേക്കുള്ള യാത്ര. ആ നരകത്തിന്റെ മുന്നിൽ നിന്ന് ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും ഒരു കൂട്ടരെ നരകത്തിലേക്കും കൊണ്ടുപോകുന്ന യാത്ര. വസാദു ഖലീൽ, ആ യാത്രയിൽ അബൂ ഹുറൈറ 60 വർഷത്തിന് 50 വർഷത്തിന് പകരം എന്തു നൽകിയടാ എന്നെന്റെ റബ്ബ് ചോദിച്ചാൽ, കൈകളിൽ പാദേയങ്ങളില്ല സ്വഹാബ, കൈകളിൽ അമലുകളില്ല സ്വഹാബ. അള്ളാഹുവിന്റെ മുന്നിൽ ഈ ആയുസ്സിന് പകരം വെക്കാൻ എന്റെ കൈകളിൽ ഒന്നുമില്ല സ്വഹാബ. എന്തുണ്ട് പ്രിയമുള്ളവരെ, എന്തുണ്ട് പ്രിയമുള്ളവരെ? 30 വർഷത്തെ ജീവിതത്തിന്, 40 വർഷത്തെ ജീവിതത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, സമൃദ്ധമായ ഭക്ഷണം, ആരോഗ്യമുള്ള ശരീരം, അനുഗ്രഹമാണ് നമ്മുടെ സമയം. എല്ലാം നൽകിയ റബ്ബ് പകരം എന്തു നൽകിയടോ എന്ന് ചോദിച്ചാൽ എന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ പാതയം? അതുകൊണ്ടൊരു വീണ്ടും വിചാരണ അനിവാര്യമാണ്. എന്തെങ്കിലുമൊക്കെ മരണത്തിന് മുമ്പ് ചെയ്തു വെച്ച് ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ വലിയ പ്രായം ചെന്ന് താടി നരച്ച് മുടി നരച്ച് പള്ളിയുടെ ഒരു മൂലയിൽ ഇരിക്കുന്ന ആളുകളൊന്നുമല്ല. അബൂബക്കർ റളിയല്ലാഹു തആല ഒന്ന് മാറ്റി നിർത്തിയാൽ പ്രായം ചെന്ന എത്ര സ്വഹാബാക്കളുണ്ട്. ബദർ യുദ്ധം നടക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 12 ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്റെ വയസ്സ് 18 ആണ്. ഇസ്ലാമിന്റെ മഹത്തായ ആദർശം ലോകത്തിലേക്ക് എത്തിച്ച അൽ-അബാദില അൽ-അർബഅ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ്, 4 അബ്ദുള്ളമാരും പ്രവാചകൻ വഫാത്താകുന്ന സമയത്ത് ചെറുപ്പക്കാരാണ്. അവരാണ് ഈ ലോകത്തിൽ ഈ ആദർശത്തെ നമുക്ക് കൈമാറിയത് എങ്കിൽ, യുവാക്കളെ ഇത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിന് എന്തെങ്കിലും പകരം നൽകാൻ കഴിയണം. നമ്മുടെ മുൻഗാമികൾ അവർ ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടുണ്ട്. അവരവരുടെ കുടുംബത്തിലെ സന്തോഷ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ അന്തി ഉറങ്ങേണ്ട രാത്രികൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉറക്കമൊഴിച്ചിട്ടുണ്ട്. കാരണം ഈ ഉമ്മത്ത് അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ശക്തമായി ദഅവാ രംഗത്ത് നമ്മൾ ഉണ്ടാകണം. സഹോദരന്മാരെ, ഈ ആദർശ പ്രസ്ഥാനം നന്മയിലേക്കാണ്, സൗഹാർദ്ദത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ചിലരൊക്കെ ആരോപണമായി പറയുകയാണ്, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന ആദർശം പറയുമ്പോ ഇത് തീവ്രവാദാണ്, ഇത് ഭീകരവാദാണ്, ഇവര് പള്ളി പൊളിക്കുന്നവരാണ്, ഖബർ പൊളിക്കുന്നവരാണ്. സഹോദരന്മാരെ, ഇവിടെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളെ അറിയാത്തവരല്ലല്ലോ നമ്മൾ. നിങ്ങളുടെ അയൽക്കാരാണ്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരാണ്, നിങ്ങളുടെ കൂടെ ഒന്നിച്ച് സംസാരിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ഒരു ഓലപ്പടക്കം പൊട്ടി തൊട്ടടുത്ത അമുസ്ലിമായ സഹോദരന്റെ വീട്ടിലെ തൊട്ടിയിൽ നിന്നൊരു കുട്ടി എഴുന്നേറ്റിട്ടുണ്ടോ? ഒരു മുജാഹിദ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ഒരു പടക്കം പൊട്ടിയിട്ടെങ്കിലും അയൽവാസിക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഓണത്തിന്റെ അന്ന്, ഒരു പെരുന്നാളിന്റെ അന്ന്, ഒരു ആഘോഷത്തിന്റെ അന്ന് എന്തെങ്കിലും ആ രൂപത്തിലുള്ള ഒരു പരാതികൾ നിങ്ങൾക്കുണ്ടോ? ഈ പ്രസ്ഥാനം ക്ഷണിക്കുന്നത് മഹാന്മാരായ സലഫുകൾ ക്ഷണിച്ച ആദർശത്തിലേക്കാണ്. ഇവിടെയുള്ള പള്ളികൾ തകർക്കപ്പെട്ടാലും
ഒരു അമ്പലത്തിന്റെ കല്ല് പോലും ഇളക്കരുത് എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. മനുഷ്യരെ മനുഷ്യരായി കാണാൻ, മനുഷ്യരെ സ്നേഹിക്കാൻ, സമൂഹത്തിൽ ഐക്യം പടർത്താൻ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ അത്തരം സാഹചര്യങ്ങളിലെല്ലാം ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചുതകർത്ത് 1992 ഡിസംബർ 6 അന്ന് കേരളം പോലും ഒരു വർഗീയ കലാപത്തിന് കളമൊരുങ്ങിയ സാഹചര്യത്തിൽ മതം മനുഷ്യ നന്മക്ക് എന്ന പേരിൽ ചതുർദിന സമ്മേളനം പ്രഖ്യാപിച്ചു. മതം ക്ഷണിക്കുന്നത് സൗഹാർദ്ദത്തിലേക്കാണ്. ജാതിയുടെ മതത്തിന്റെ പേരിൽ കടുത്തറുക്കരുതേ, പരസ്പരം തമ്മിൽ തല്ലരുതേ, എല്ലാവരും ഒരേ ഉമ്മയുടെയും ഒരേ ഉപ്പയുടെയും മക്കൾ, സ്നേഹിക്കാം, സ്നേഹമാണ് അഖില സാരഭൂമിയിൽ, സ്നേഹിക്ക ഉണ്ണി നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച മഹത്തായ ആദർശ പ്രസ്ഥാനം. സഹോദരന്മാരെ, അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് ആദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോഴുള്ള ആരോപണങ്ങൾ മാത്രമാണ്. ഇസ്ലാമിക ആദർശം വളച്ചുകെട്ടില്ലാതെ, അതിൽ ഒന്നും കൂട്ടിച്ചേർക്കാതെ, ഒന്നും കുറച്ചു കളയാതെ, എന്താണോ മുൻഗാമികൾ പഠിപ്പിച്ചത് അത് അതേ രൂപത്തിൽ പഠിപ്പിക്കുന്നവരാണ് ഇവിടെയുള്ള സലഫികൾ. സലഫുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കളിൽ നിന്ന് ദീനു പഠിച്ച താബികൾ, താബികളിൽ നിന്ന് ദീനു പഠിച്ച തബഉ താബികൾ, അവരെങ്ങനെയാണോ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അത് അതേ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ് സലഫികൾ. നമുക്കൊരു പ്രശ്നവുമില്ല. ആദ്യത്തെ 3 തലമുറ കബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എങ്കിൽ കബർ കെട്ടിപ്പൊക്കാം. പക്ഷെ അവര് കബർ കെട്ടിപ്പൊക്കാത്തത് കൊണ്ട് സലഫികൾ കബർ കെട്ടിപ്പൊക്കുന്നില്ല. ആ 3 തലമുറയിൽ സ്വഹാബാക്കളിൽ 31ഓളം പേർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവരാണ്. അതിലേതെങ്കിലും ഒരു സ്വഹാബിയുടെ ഖബർ, ഏതെങ്കിലും ഒരു സ്വഹാബി, ഏതെങ്കിലും ഒരു താബിഈ, ഏതെങ്കിലും ഒരു തബഉൽ അത്തിബാ കെട്ടിപ്പൊക്കിയാൽ നമുക്കും ഉയർത്താം. പക്ഷേ അങ്ങനെ ഫഹ്മുസ് സലഫില്ല, സലഫുകൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളെക്കാൾ ദിക്ർ ചൊല്ലിയവരാണ്, നമ്മളെക്കാൾ സ്വലാത്ത് ചൊല്ലിയവരാണ്. എന്നാൽ സ്വലാത്തിന്റെ മഹത്വം അറിയുന്ന നമ്മളെക്കാൾ സ്വലാത്ത് ചൊല്ലിയ സ്വഹാബാക്കൾ ആരും ദാ കൂടിയിരുന്ന് ഒരു 10 സ്വലാത്ത് ഞാൻ ചൊല്ലാം, അത് കഴിഞ്ഞിട്ട് ഒരു പിരിവ് നടത്താം, അങ്ങനെ ഒരു ശീലം അവര് പഠിപ്പിച്ചിട്ടില്ല. അവര് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ചെയ്യാം. 1,40,000-ഓളം സ്വഹാബാക്കൾ ജീവിച്ചിട്ട് ആ സ്വഹാബാക്കൾ മരണപ്പെട്ടു പോയിട്ട് അതിലേതെങ്കിലും ഒരു സ്വഹാബി നമസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയാൽ, ഒരു കത്തിക്കുത്ത് റാത്തീബ് നടത്തിയാൽ, ഒരു പെട്ടിവരവ് നടത്തിയാൽ, ഒരു ചന്ദനക്കുടം നടത്തിയാൽ, ആ രൂപത്തിൽ ഒരു ഘോഷയാത്ര നടത്തിയാൽ പ്രിയമുള്ളവരെ നടത്താം. പക്ഷെ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ അവര് പഠിപ്പിച്ചിട്ടില്ല. അവരുടെ പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ റബ്ബി റബ്ബന എന്നതിന് പുറമെ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ലാത്ത, ഉസ്സ, മനാത്ത അങ്ങനെ ആരെയും വിളിച്ചിരുന്നുവെങ്കിൽ നമുക്ക് വിളിക്കാം. എന്നാൽ നമ്മുടെ മുൻഗാമിയുടെ ചരിത്രങ്ങളിൽ ഇന്ന് അങ്ങനെ ഒന്ന് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ പ്രസ്ഥാനം സൗഹാർദ്ദത്തിലേക്ക് ക്ഷണിക്കുന്ന, ഐക്യത്തിലേക്ക് ക്ഷണിക്കുന്ന സാഹോദര്യത്തിന്റെ ആദർശമാണ്. എന്നാൽ ഇത് ജനങ്ങളോട് തുറന്നു പറയും. ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽക്കുമ്പോ ഒരു പാമ്പ് ഒരു മാളത്തിലേക്ക് പോകുന്നത് കണ്ടു. പിന്നെ ആരെല്ലാം ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയാലും അയാൾ ഉടനെ പറയും, ദാ ആ മാളത്തിലേക്ക് ഒരു പാമ്പ് പോയിട്ടുണ്ട്. അയാൾ ബസ് കയറുന്നതുവരെ ആര് വന്നാലും ആ ഭാഗത്ത് നിന്നാ പറയും, ശ്രദ്ധിക്കണേ, ഒരു പാമ്പ് അവിടെയുണ്ട്, ശ്രദ്ധിക്കണേ, കരുതിയിരിക്കണേ. ഒരാൾ വന്നിട്ട് പറയണത്, നിങ്ങൾ എന്തിനാ പറയാൻ നിൽക്കണത്? നിങ്ങൾ മിണ്ടാതിരുന്നാ പോരെ, ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരിക്കണുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഗുണകാംക്ഷ? ഒരാൾ പോലും അപകടത്തിൽ പെടരുത് എന്ന ഗുണകാംക്ഷയാണ് ഇത് പറയാനുള്ള കാരണം. സഹോദരന്മാരെ, സ്വർഗവും നരകവും തമാശയല്ല. സ്വർഗവും നരകവും തമാശയല്ല. നമ്മുടെ ചിന്തകളെക്കാൾ അപ്പുറത്താണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന നരകം. ഹൃദയങ്ങളിലെ കാളിപ്പടരുന്നതാണ് ആ നരകം. ആ നരകത്തിൽ നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരാളും എത്താൻ പാടില്ല. ഇത് പറയണമെന്ന് പറഞ്ഞാൽ നമ്മളെ തടസ്സം എന്താണെന്നറിയോ?
കുടുംബക്കാരോട് പറഞ്ഞാൽ കുടുംബബന്ധം തെറ്റും. കൂട്ടുകാരോട് പറഞ്ഞാൽ ഞാൻ അവനോട് ഭയങ്കര ബന്ധമാണ്, ആ ബന്ധം തകരും. അയൽവാസികളോട് പറഞ്ഞാൽ അയൽവാസികളുമായിട്ടുള്ള ബന്ധം തകരും. ഇപ്പൊ ബന്ധം തകരുന്നതുകൊണ്ട് പറയണില്ല എന്നാണ്, സ്നേഹം തകരുന്നത് കൊണ്ട് പറയുന്നില്ല എന്നാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ന്യായം തിരിച്ചിങ്ങോട്ടുണ്ടാവില്ല. തിരിച്ച് ഈ ഒരു ന്യായമില്ല. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അയൽവാസികൾ നമ്മുടെ പിരടിയിൽ കെട്ടിവെക്കും, നമ്മുടെ കഴുത്തിൽ കെട്ടിവെക്കും ഈ അമാനത്ത്. പടച്ചോനെ, ദുനിയാവിന്റെ എല്ലാ വിഷയങ്ങളും പറഞ്ഞു, നിന്നെ കുറിച്ച് അറിയിച്ചു തന്നിട്ടില്ല റബ്ബേ. നമ്മുടെ കഴുത്തിൽ കെട്ടിവെക്കും കുടുംബക്കാർ, കൂട്ടുകാർ, ഒന്നിച്ചിരിക്കുന്നവർ, ബന്ധം തകരുമെന്നു കരുതി നമ്മൾ മിണ്ടാതിരുന്നവർ. പ്രിയമുള്ളവരെ, ഇതൊരു അമാനത്താണ്, ഇതൊരു ദൗത്യമാണ്. യുവാക്കളെ, അലൈസ മിൻകും റജുലുൻ റശീദ്, ഏറ്റെടുക്കാൻ ആണത്തമുള്ളവരുണ്ടോ? ശിർക്കിലേക്കും അന്ധകാരങ്ങളിലേക്കും ബിദ്അത്തുകളിലേക്കും ഈ സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ തൗഹീദിന്റെ നാവാകാൻ, സുന്നത്തിന്റെ നാവാകാൻ, സലഫുകളുടെ ചര്യ പിൻപറ്റാൻ, സ്വഹാബത്തിന്റെ ജീവിതത്തെ ലോകത്തിന് പകർന്നു കൊടുക്കാൻ നമ്മൾ ഒരുക്കമുണ്ടോ? അല്ലാഹുവിന് ആവശ്യം വിലയുള്ളതാണ്. വിലയില്ലാത്തൊരു സാധനം നമുക്ക് ആവശ്യമുണ്ടോ? ഒരു വിലയില്ലാത്തൊരു സാധനം നമുക്ക് തന്നാൽ അത് നമുക്ക് ആവശ്യമുണ്ടോ? നമ്മൾ വലിച്ചെറിയും. വിലയില്ലാത്തതിന് റബ്ബിന്, പടച്ച റബ്ബിന് ഏറ്റവും ആവശ്യം നമുക്ക് ഏറ്റവും വിലയുള്ളതാണ്. നമുക്ക് ഏറ്റവും വിലയുള്ളത് നമ്മുടെ സമയത്തിനാണ്. സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുന്ന കാലഘട്ടത്തിൽ പടച്ച റബ്ബിന് മണിക്കൂറുകൾ നൽകാൻ ഒരുക്കമുണ്ടോ? ദിവസങ്ങൾക്ക് ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന കാലഘട്ടത്തിൽ പടച്ച റബ്ബിനു വേണ്ടി ദിവസങ്ങൾ നൽകാൻ, പടച്ച റബ്ബിനു വേണ്ടി രാത്രിയെ പകലാക്കാൻ ഒരുക്കമുള്ളവരുണ്ടോ? പടച്ച റബ്ബിനു വേണ്ടി ഉറക്കമൊഴിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? സഹോദരന്മാരെ, ഇത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. അല്ലാഹുവിന് ആവശ്യം പണമില്ലാത്തവന്റെ പണവും സമയമില്ലാത്തവന്റെ സമയവുമാണ്. അതുകൊണ്ട് ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന് വാർത്ത വരുന്നപ്പോൾ, കിംവദന്തി വരുന്നപ്പോൾ സ്വഹാബത്തിന്റെ സന്നദ്ധതയുണ്ട്, ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നദ്ധതയുണ്ട്. ഇറങ്ങി തിരിച്ചുകൊണ്ട് പ്രവാചകന്റെ നേരെ വരുന്ന അമ്പുകളെ നെഞ്ചകങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങുന്നവർ. ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹ ഒരു പെണ്ണാണ്. പുരുഷന്മാർ ഇറങ്ങിപ്പോയി എന്നറിഞ്ഞപ്പോ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഉമ്മു അമ്മാറ എന്ന സഹോദരി. സഹോദരന്മാരെ, ഇരുട്ടു പടരുന്ന ഈ കാലഘട്ടത്തിൽ, ലോകം മുഴുവൻ അന്ധകാരം വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൈകളിൽ ഒരു മെഴുകുതിരി വെട്ടമാണുള്ളത് എങ്കിലും, ഒരു മിന്നാമിന്നിയുടെ വെളിച്ചമാണുള്ളത് എങ്കിലും, ആ പ്രകാശം ഈ ലോകത്തിനു സമ്മാനിക്കാൻ ഒരുക്കമുള്ളവരുണ്ടോ? പണ്ഡിതന്മാര് നമ്മെ വിട്ട് പിരിയുകയാണ്. ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവി, അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ട് യാത്ര തിരിച്ചു. ഹമയത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോ മനസ്സിന് അനുഭവപ്പെട്ടത് ഒരു വലിയ ഗ്രന്ഥാലയം, ഒരു വലിയ ലൈബ്രറി കത്തിയമരുന്ന രൂപത്തിലാണ്. ഏത് സംശയം ചോദിച്ച് അരികിൽ ചെന്നാലും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ബഹുമാന്യനായ പണ്ഡിതൻ കരുവള്ളി മുഹമ്മദ് മൗലവി നമ്മളെ വിട്ട് പിരിഞ്ഞു. ബഹുമാന്യനായ അബ്ദുൽ ഹക്ക് സുല്ലമി നമ്മെ വിട്ട് യാത്ര തിരിച്ചു. ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തലയെടുപ്പുള്ള നേതാക്കന്മാർ, അവർ നമ്മളെ വിട്ട് യാത്ര തിരിച്ചു. പണ്ഡിതന്മാരുടെ നഷ്ടം ലോകത്തിന്റെ നഷ്ടമാണ്. പണ്ഡിതന്മാരുടെ വിയോഗം ലോകത്തിന്റെ വിയോഗമാണ്. പകരക്കാര് കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ദീനു പഠിക്കുന്നവരാകണം, നമ്മുടെ മക്കൾ ഖുർആൻ അറിയുന്നവരാകണം. ഈ ഉമ്മത്തിൽ ഇനിയും പണ്ഡിതന്മാർ കടന്നു വരേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ചില്ലറ നഷ്ടങ്ങളല്ല നമുക്കുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവർ നമുക്ക് വേണ്ടി തറയിട്ടു നൽകിയത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ പ്രസംഗം ഉസ്താദ് കുഞ്ഞി മുഹമ്മദ് മദനി ഒരിക്കൽ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ആമുഖ പ്രസംഗത്തിന് വേണ്ടി നാട്ടുകാര് മുഴുവൻ, അത്രയും കാലം നാട്ടുകാരുടെ ചിലവിൽ ജീവിച്ചൊരു മനുഷ്യൻ, സമൂഹം വളർത്തിയെടുത്തൊരു മനുഷ്യൻ,
താൻ സ്വീകരിച്ച വിശ്വാസം തെറ്റാണ് എന്നറിഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നുകൊണ്ട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി ഈ ആദർശത്തിലേക്ക് കടന്നു വന്നപ്പോ പുളിക്കലിൽ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാം സമൂഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. സ്വാഗത ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ. സംസാരത്തിന് വേണ്ടി മൗലവി എഴുന്നേറ്റ് നിന്നു. സലാം പറഞ്ഞ് ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ ബോധം നഷ്ടപ്പെട്ട് താഴെ വീണു. മനസ്സു വിങ്ങുകയാണ്. അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇത്രയും നാൾ സമൂഹം വളർത്തിയെടുത്ത തന്റെ സമൂഹത്തോട് ഞാൻ അതിനെതിരെ പറയുമ്പോൾ സമൂഹത്തിന്റെ പ്രതികരണം ആലോചിച്ചുകൊണ്ട്, ഇത് പ്രഖ്യാപിച്ചാലുള്ള സമൂഹത്തിന്റെ പ്രതികരണം ആലോചിച്ചുകൊണ്ട് വീണ്ടും പറപ്പൂർ ഉസ്താദ് സംസാരത്തിന് വേണ്ടി കടന്നു വന്നു. സുദീർഘമായി സംസാരിച്ചു. ഒരുപാട് സമയത്തിന് ശേഷം മൗലവി വന്ന് വീണ്ടും സംസാരം തുടങ്ങുകയാണ്. പ്രയാസങ്ങൾ, ഒരുപാട് കൂരമ്പുകൾ കടന്നു വന്നപ്പോഴും ആദർശത്തിന് വേണ്ടി സംസാരിച്ച, ആദർശത്തിൽ ഒരു അണുമണി തൂക്കം, എന്തു പ്രതിസന്ധികൾ വന്നാലും എന്തു പ്രയാസങ്ങൾ വന്നാലും ആദർശത്തിൽ മായം ചേർക്കില്ല എന്ന് പ്രഖ്യാപിച്ച പണ്ഡിതന്മാർ, അവരാണ് നമുക്ക് തറയിട്ടു നൽകിയത്. അവരാണ് നമുക്ക് ഈ ആദർശത്തിന് വേണ്ടി വിത്തുപാകിയത്. അവരാണ് നമുക്ക് വേണ്ടി പച്ചപ്പ് വിരിച്ചു തന്നത്. ആ പച്ചപ്പ് വിരിച്ച മൈതാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അവരൊരുപാട് ഉറക്കമടിച്ചിട്ടുണ്ട്, ഒരുപാട് കുടുംബത്തെ പിരിഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുത്തുവാക്കുകൾ, ഒരുപാട് കല്ലേറുകൾ, ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എല്ലാം നമുക്ക് വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി ഉയരണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് സ്വർഗം പകരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പണ്ഡിതന്മാർ, റഹ്മാനായ റബ്ബേ, നിന്റെ അരികിലുള്ള ഏറ്റവും നല്ല സമ്മാനങ്ങൾ, ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ട് എങ്കിൽ പുറത്തു മാപ്പാക്കി നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് പുറത്തു നൽകണം റഹ്മാനെ. സഹോദരന്മാരെ, ഞാൻ എൻ്റെ സംസാരം സുദീർഘമായി കൊണ്ടുപോകുന്നില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മുടെ മുൻഗാമികൾ നമുക്ക് വഴി തെളിയിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ആ പ്രകാശം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ഗമിക്കേണ്ടവർ നമ്മളാണ്. സമൂഹത്തിന് ആവശ്യമുണ്ട്, സമൂഹം തേടുകയാണ്. യുവാക്കൾ വളരെയധികം മോശമായ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. വായനയുടെ ഒരു വലിയ ലോകം നേർപ്പദത്തിലൂടെ നമ്മൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുകയാണ്. നേർപ്പദം വായിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പീസ് റേഡിയോ, അതിൽ അന്നൂർ എന്ന പ്രോഗ്രാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തെത്തുമ്പോഴേക്കും 30ഓളം ക്ലാസുകൾ കഴിഞ്ഞുവെങ്കിൽ അവസാനത്തായത്ത് പാരായണം ചെയ്ത് അവസാനത്തായത്ത് പഠിപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, അന്ന് നമ്മുടെ പ്രായം എത്ര? നമ്മൾ ദുനിയാവിലുണ്ടോ? നമ്മൾ ഖബറിലാണോ? ഇത് തുടങ്ങി വെച്ച മനുഷ്യന്റെ ഖബറിലേക്ക് എത്തുന്ന നന്മ എത്ര? ഇത്തരം നന്മകളിൽ ചേർന്ന് നിൽക്കുക. നമ്മുടെ പരിചയക്കാരെ, നമ്മുടെ കുടുംബക്കാരെ അതിലേക്ക് എത്തിക്കുക. വലിയ ദൗത്യമാണ്. ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനത്തായത്തുവരെ ജനങ്ങൾ പഠിക്കണം, അറിയണം എന്ന വലിയ സ്വപ്നം. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കാൻ, പ്രവർത്തിക്കാൻ റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് മനസ്സു നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ പണ്ഡിതന്മാരെക്കാൾ ഹൈറായതിന് റഹ്മാനായ റബ്ബേ ഈ ഉമ്മത്തിന് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. പണ്ഡിതന്മാരുടെ നഷ്ടം ഈ ഉമ്മത്തിന്റെ നഷ്ടമാണ് റബ്ബേ. ഈ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. മാറി മറിയുന്ന ഞങ്ങളുടെ ഹൃദയം നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ റഹ്മാനെ. വിനയവും സ്നേഹവും റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തകന്മാർ. ഒരുപാട് പ്രതീക്ഷയോടുകൂടെ, ഒരുപാട് ആഗ്രഹത്തോടുകൂടെയാണ് ഈ പ്രബോധകന്മാർ ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്നേഹം റഹ്മാനായ റബ്ബ് നിലനിർത്തി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات ربنا يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تجعل فتنتنا في ديننا
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.